അമൂല്യവും സർവോപരി ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്നതുമായ ഒരു പ്രകൃതി വിഭവമാണ് ജലം. പ്രകൃതിയിലെ ജീവന്റെ നിലനിൽപ്പിന് ആധാരമായ ജലം സാമൂഹിക പാരിസ്ഥിതിക ഘടനയുടെ ഒഴിച്ചുകൂടാനാകാത്ത അടിസ്ഥാന ഘടകമാണ്. 44 നദികളും അനവധി ശുദ്ധജല തടാകങ്ങളും പച്ചപിടിച്ച മലനിരകളും വനവിഭവങ്ങളും കൊണ്ട് സമൃദ്ധമായ കേരനാട് ഒരു ജലസമ്പുഷ്ട സംസ്ഥാനമായാണ് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. മഴയുടെയും പുഴയുടെയും നാടായ കേരളം ഇന്ന് വരൾച്ചയുടെ കെടുതിയിൽ കേഴുകയാണ്. ഏതൊരു ഭൂപ്രദേശത്തിന്റെയും വികസന സൂചിക ആ പ്രദേശത്തെ ജലസ്രോതസ്സുകളുടെ ലഭ്യതയെയും ഗുണമേന്മയെയും ആശ്രയിച്ചിരിക്കുന്നു. ജലവിഭവങ്ങളുടെ കാര്യക്ഷമമായ വിനിയോഗം, പരിപാലനം, ആസൂത്രണം, വികസനം തുടങ്ങിയവയെല്ലാം രൂക്ഷമായ ജലപ്രതിസന്ധി പരിഹരിക്കുവാനുള്ള മാർഗങ്ങളാണ്. ഏതൊരു രാജ്യത്തിന്റെയും കാർഷിക മേഖലയുടെ അഭിവൃദ്ധിയെ നിയന്ത്രിക്കുന്ന അവശ്യ ഘടകങ്ങളിൽ പ്രാധാന്യമുള്ളതാണ് ജലസേചന സൗകര്യങ്ങളും അവയുടെ ലഭ്യതയും. ഓരോ സ്ഥലത്തെയും സവിശേഷതകൾ അറിഞ്ഞ് അവയ്ക്ക് യോജിച്ച മണ്ണ് ജല ജൈവ സമ്പത്ത് സംരക്ഷണ മാർഗങ്ങൾ അവലംബിക്കണം. കൃഷിദർശൻ തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. കാർഷിക മേഖലയിലെ ശാസ്ത്രീയ ജലപരിപാലനം, ജലസേചനം എന്ന വിഷയത്തെ അധികരിച്ചുള്ളൊരു ചർച്ചയാണ് ഇന്ന് കൃഷിദർശനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് തവനൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിൽ മണ്ണ് ജല സംരക്ഷണ വിഭാഗം പ്രൊഫസറും ഹെഡുമായ ഡോക്ടർ VM അബ്ദുൽ ഹക്കീം സാറാണ്. സർ, ഈ പരിപാടിയിലേക്ക് സ്വാഗതം. സർ, വളരെ പ്രാധാന്യമുള്ള ഒരു ചർച്ചാ വിഷയമാണ് ഇന്നത്തെ ഈ വിഷയമായി നമ്മൾ എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ മഴയുടെയും പുഴയുടെയും നാടായ കേരളത്തിൽ ജലക്ഷാമം എന്തുകൊണ്ട് വരുന്നു എന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. സർ, എന്താണ് അതിനുള്ളൊരു ഇഷ്യൂസ്, എന്താണ് അതിനുള്ളൊരു പ്രാമുഖ്യം നമുക്ക് വരുന്നത് എന്നുള്ളതൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും നമ്മളൊരു സാധാരണക്കാരൻ്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിന് പുറമെ നിന്നുള്ള ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടിൽ കൂടി നോക്കുമ്പോൾ, ഒട്ടനവധി പുഴകളും ശുദ്ധജല തടാകങ്ങളും വർഷം തോറും 3000 മില്ലിമീറ്റർ ശരാശരി വാർഷിക വർഷപാതവുമുള്ള ജലസമ്പുഷ്ടമായ ഒരു ഭൂപ്രദേശം, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിളിക്കുന്ന ഹരിതാപമായ ഒരു പ്രദേശം. ഒരു വശത്ത് ഇത്രയും അധികം ജലസമ്പുഷ്ടത, എന്നാൽ മറുവശത്ത് അതിരൂക്ഷമായ ജലപ്രതിസന്ധി. വർഷത്തിൽ 3 മാസവും 3-ൽ കൂടുതൽ മാസങ്ങളിലും രൂക്ഷമായിട്ടുള്ള ജലപ്രതിസന്ധി. കാർഷിക വൃത്തിക്ക് മാത്രമല്ല, കുടിക്കാനും കുളിക്കാനും പോലും ജലമില്ലാത്തൊരവസ്ഥയിലേക്ക് മലയാളി നെട്ടോട്ടം ഓടുമ്പോൾ നമ്മൾ ആദ്യന്തീയമായിട്ട് ചിന്തിക്കേണ്ടത്, കേരളം ഒരു ജലസമ്പുഷ്ട സംസ്ഥാനമാണോ? അല്ലെങ്കിൽ കേരളത്തിന് സമ്പുഷ്ടതയുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്ന ഈ ജലസമ്പുഷ്ടത അതൊരു സത്യമാണോ അതോ ഒരു മിഥ്യയാണോ? സത്യമാണെങ്കിൽ നമ്മുടെ ജലവിഭവങ്ങൾ നമ്മൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാത്തതാണോ നമ്മുടെ ജലപ്രതിസന്ധിക്ക് കാരണം? അപ്പോൾ ഏതൊരു പ്രദേശത്തിൻ്റെയും വികസന സൂചിക എന്ന് പറയുന്നത് ആ പ്രദേശത്ത് ലഭിക്കുന്ന ശരാശരി വാർഷിക വർഷപാതമാണെങ്കിൽ കൂടി ആ പ്രദേശത്തിൻ്റെ വിസ്തീർണവും ജനസംഖ്യക്കും ആനുപാതികമായി അതിനെ ഒന്ന് പുനർനാമകരണം ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ശരാശരി വാർഷിക വർഷപാതം എന്ന ഒരു മാനദണ്ഡത്തിനേക്കാൾ ആളോഹരി ജലലഭ്യത, വാർഷിക ജലലഭ്യത, പെർ ക്യാപിറ്റ വാട്ടർ അവൈലബിലിറ്റി എന്ന് പറയും, ഈ ഒരു മാനദണ്ഡമായിരിക്കണം. പ്രകൃതിയിൽ നിന്ന് ദൈവം ഓരോ വ്യക്തിക്കും റേഷൻ ആയിക്കൊണ്ട് ഒരു വർഷം എത്ര ലിറ്റർ ജലം അനുവദിച്ചിരിക്കുന്നു, ആളോഹരി ജലലഭ്യത, ഈ ഒരു മാനദണ്ഡം വെച്ചായിരിക്കണം ഒരു പ്രദേശത്തിന്റെ ജലസമ്പുഷ്ടത നമ്മൾ വിലയിരുത്തേണ്ടത്. സർ, ഇതിനിടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ, ഈ കേരളത്തിൽ നമുക്ക് ഇത്രയും ജലം കിട്ടുന്നുണ്ട്, പക്ഷെ ഇത് ഏതൊക്കെ മേഖലയിലാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് എന്നൊന്ന്? കേരളത്തിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞു വന്നപോലെ, കേരളത്തിന്റെ ഈ ജലസമ്പുഷ്ടത തന്നെ നമ്മുടെ ഒരു തെറ്റായ ധാരണയാണ്. കാരണം ദേശീയ ശരാശരിയേക്കാൾ 2.5 ഇരട്ടി മഴ ലഭിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിന്റെ ജനസാന്ദ്രത ദേശീയ ശരാശരിയേക്കാൾ ഏകദേശം 3 ഇരട്ടിയാണ്. അപ്പോൾ കേരളത്തിന്റെ ഓരോ സെന്റ് ഭൂമിയിലും ദേശീയ ശരാശരിയേക്കാൾ 2.5 ഇരട്ടി വരുന്ന ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നു, അല്ല 3 ഇരട്ടിയോളം വരുന്ന ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നു. അപ്പോൾ 2.5 ഇരട്ടിയോളം മഴ ലഭിക്കുന്ന ഭൂപ്രദേശത്ത് 3 ഇരട്ടിയോളം വരുന്ന ജനസാന്ദ്രത ഉണ്ട് എന്ന് പറയുമ്പോൾ ആളോഹരി ജലലഭ്യത ദേശീയ ശരാശരിയേക്കാൾ താഴെയാണ്. ഇതിനകത്ത് വളരെ കൗതുകരമായിട്ടുള്ള ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ ഏറ്റവും വരണ്ട സംസ്ഥാനമായ രാജസ്ഥാന്റെ ആളോഹരി ജലലഭ്യതയും
കേരളത്തിന്റെ ജലലഭ്യതയും ആളോഹരി ജലലഭ്യതയും താരതമ്യപ്പെടുത്തുമ്പോൾ ഒരുപക്ഷെ രാജസ്ഥാന്റെ പ്രതിശീർഷ ആളോഹരി ജലലഭ്യത എന്ന് പറയുന്നതായിരിക്കണം ഒരുപക്ഷെ കേരളത്തിന്റെ ജലലഭ്യതയേക്കാൾ കൂടുതൽ. ഈ ഒരു മാനദണ്ഡത്തിലേക്ക് നമ്മൾ എത്തുന്നത് മഴയുടെ തോത് ഗുണിക്കണം ആ ഭൂപ്രദേശത്തിന്റെ വിസ്തീർണം ഹരിക്കണം മൊത്തം ജനസംഖ്യ. അപ്പോൾ കേരളം ഒരിക്കലും ഒരു ജലസമ്പുഷ്ട സംസ്ഥാനമല്ല, അല്ലെങ്കിൽ ജലസമ്പുഷ്ടത ഒരു മിഥ്യാധാരണയാണ്. അതുപോലെ തന്നെ നമ്മുടെ നദീജല സമ്പത്ത്, നമുക്ക് 44 നദികളുണ്ട്. കേരളം വളരെയധികം നദീജല സമ്പുഷ്ടമായ സ്ഥലമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നമ്മുടെ 44 നദികളുടെയും ഒരു വർഷം അതിൽ ഉൾക്കൊള്ളാൻ കഴിയാവുന്ന വെള്ളത്തിന്റെ വ്യാപ്തം എന്ന് പറഞ്ഞത് ദക്ഷിണേന്ത്യയിലെ ഗോദാവരി എന്ന് പറഞ്ഞ ഒറ്റ നദിയിൽ ഉൾക്കൊള്ളാൻ കഴിയാവുന്ന വെള്ളത്തിന്റെ 55% മാത്രമാണ്. ശാസ്ത്രീയമായി ഈ ജലം ഉപയോഗിക്കാത്തത് കൊണ്ട് മാത്രമാണോ നമുക്ക് ഈ ജലക്ഷാമം നേരിടുന്നത്? നമ്മുടെ ജലപ്രതിസന്ധിയുടെ പ്രത്യേകമായ കാരണങ്ങൾ ഒന്ന് നമ്മുടെ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ തന്നെയാണ്. അപ്പം ഒട്ടനവധി വളരെയധികം ജനസാന്ദ്രതയുള്ള ഒരു ഭൂപ്രദേശം, ചെറിയ ഒരു ഭൂപ്രദേശം, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സമയത്തിനനുസരിച്ചും സ്ഥലത്തിനനുസരിച്ചും അസന്തുലിതമായ ഒരു മഴയുടെ വ്യാപനം. അപ്പം നമ്മൾ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള മുഴുവൻ സമയവും ഒരേപോലെയല്ല മഴ ലഭിക്കുന്നത്. അല്ലെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ പ്രദേശത്തും ഒരേ തോതിൽ ഒരേ രീതിയിലല്ല മഴ ലഭിക്കുന്നത്. അപ്പം മഴയുടെ വ്യാപനം സ്ഥാനികമായും കാലികമായും അസന്തുലിതമാണ്, അതും ഒരു പരിധിവരെ. അതുപോലെ തന്നെ കേരളത്തിന്റെ സവിശേഷമായിട്ടുള്ള ഭൂപ്രകൃതി, ശരാശരി ഏകദേശം 600 മീറ്റർ നീളവും 30 മീറ്ററോളം വീതിയുമുള്ള 1.20 അനുപാതത്തിൽ വീതി നീളം അനുപാതമുള്ള ഒരു നീണ്ടു നേർത്ത റിബൺ പോലെ കിടക്കുന്ന ഒരു സംസ്ഥാനം. ഈ സംസ്ഥാനത്ത് സമുദ്രനിരപ്പിൽ നിന്ന് ആയിരക്കണക്കിന് അടി ഉയരെ കിടക്കുന്ന സഹ്യപർവ്വതനിരകൾ മുതൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏതാനും അടി താഴെ കിടക്കുന്ന കുട്ടനാട് പോലുള്ള പ്രദേശം. അപ്പോൾ ഭൂപ്രകൃതി അനുസരിച്ച് മലനാട്, ഇടനാട്, തീരപ്രദേശം, സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെ ഉയരമുള്ള തീരപ്രദേശം, 7.5 മുതൽ 75 വരെയുള്ള ഇടനാട്, അതിനുശേഷം 75 മുകളിലുള്ള മലനാട്. അപ്പോൾ ഇങ്ങനെയുള്ള സവിശേഷമായ ഇതൊക്കെയാണെങ്കിലും നമ്മുടെ ജലവിഭവങ്ങൾ നമ്മൾ ശരിയായ രീതിയിൽ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിന് മറ്റൊരു വിരോധാഭാസമായി നമ്മൾ കാണേണ്ടത്. അപ്പോൾ നേരത്തെ ചോദിച്ചു, നമ്മുടെ ജലവിഭവത്തിന്റെ 72% നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കാർഷിക മേഖലയിലാണ്. ജലം പ്രധാനമായിട്ടും നമുക്ക് 3 മേഖലയിലാണ് ആവശ്യമായി വരുന്നത്. 1 ഗാർഹിക മേഖലയിൽ, 2 കാർഷിക മേഖലയിൽ, 3 വ്യാവസായിക മേഖലയിൽ. അപ്പോൾ ഈ മൊത്തം ജലവിനിയോഗത്തിന് ഈ 3 രീതിയിലേക്കും നമ്മളൊന്ന് തരം തിരിച്ചു കഴിഞ്ഞാൽ 72% വരുന്ന ജലവിനിയോഗവും കാർഷിക മേഖലയിലാണ്, 24% വരുന്നത് വ്യാവസായിക മേഖലയിലാണ്, 4% വരുന്നത് ഗാർഹിക മേഖലയിലാണ്. ഒരുപക്ഷെ നമ്മുടെ വ്യാവസായിക മേഖലയുള്ള 24% വരുന്ന വ്യാവസായിക മേഖലയിൽ ഒരു രീതിയിലുള്ള ജലദുരുപയോഗവും നടക്കുന്നില്ല. കാരണം വ്യാവസായിക മേഖലയിൽ വ്യക്തമായ ജലവിനിയോഗ മാനദണ്ഡങ്ങളുണ്ട്. അല്ലെങ്കിൽ ജലം എങ്ങനെ കൈകാര്യം ചെയ്യണം, എത്രമാത്രം ജലം വിനിയോഗിക്കണം. കാർഷിക മേഖലയിൽ ഇങ്ങനെയുള്ള ഒരു മാനദണ്ഡം നമ്മുടെ ഒരു ഏറ്റവും വലിയ നമ്മുടെ ഒരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ജലം ഉപയോഗിക്കുന്ന കാർഷിക മേഖലയിൽ ജലവിനിയോഗത്തിന് വ്യക്തമായ മാനദണ്ഡങ്ങളില്ല. 72% വരുന്ന ഈ കാർഷിക മേഖലയിൽ വിനിയോഗിക്കുന്ന ജലത്തിന്റെ 80% വിനിയോഗിക്കുന്നത് ജലസേചനത്തിനാണ്. അപ്പോൾ മൊത്തം കാർഷിക ജലവിനിയോഗം 100 കണക്കാക്കിയാൽ അതിൽ 80 നമ്മൾ വിനിയോഗിക്കുന്നത് ജലസേചനത്തിനാണ്. കേവലം 20 മാത്രമാണ് നിലമൊരുക്കുന്നതിനും വിഭവ സംസ്കരണത്തിനുമൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം കാർഷിക മേഖലയാണ് ഏറ്റവും കൂടുതൽ ജലം വിനിയോഗിക്കുന്നത്, 72%. അതിന്റെ 80% വിനിയോഗിക്കുന്നത് ജലസേചനത്തിനാണ്. നിർഭാഗ്യവശാൽ നമ്മൾ ഇന്ന് അനുവർത്തിക്കുന്ന അശാസ്ത്രീയമായ ഉപരിതല ജലസേചന രീതികൾ അവലംബിക്കുന്നത് മൂലം ഏകദേശം ഇതിന്റെ 70% പാഴായി പോവുകയാണ്. പരമാവധി നമുക്ക് ലഭ്യമാകുന്ന ജലസേചന കാര്യക്ഷമത എന്ന് പറഞ്ഞത് 70%. അപ്പോൾ ഈ ശാസ്ത്രീയമായി 30%, 70% പാഴായി പോകുന്നു. പരമാവധി ഉപരിതല ജലസേചന രീതിയിൽ നമുക്ക് കിട്ടുന്നത് 30%. 100 ലിറ്റർ ജലം ഒരു വൃക്ഷത്തിന്റെ തടത്തിലേക്ക് ഉപരിതല ജലസേചന രീതിയിൽ ലഭ്യമാക്കിയാൽ ആ ചെടിക്ക് പരമാവധി കിട്ടുന്നത് 30 ലിറ്ററാണ്. ബാക്കി 70 ലിറ്റർ ജലവും ആർക്കും പ്രയോജനമില്ലാതെ പാഴായി പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജലം പാഴായി പോകാതെ നമുക്ക് ശാസ്ത്രീയമായി എങ്ങനെയാണ് ഈ ജലസേചനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുക? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മലയാളികളുടെ ഒരു ജല ഉപഭോഗശീലം എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം. നമ്മുടെ ഗാർഹിക മേഖല തന്നെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അറിയാം. നമ്മൾ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുമ്പോഴും ഷേവ് ചെയ്യുമ്പോഴും പാത്രം കഴുകുമ്പോഴൊക്കെ ആയിട്ട് ജലം ഇങ്ങനെ തുറന്നിട്ട് കൊണ്ടുള്ള ഒരു ഉപഭോഗശീലമാണ്. ഇതേ ഉപഭോഗശീലം തന്നെയാണ് കാർഷിക മേഖലയിലും നമ്മൾ മലയാളികൾക്കുള്ളത്. ഒരു ചെടിയുടെ തടത്തിലേക്ക് വെള്ളം ലഭ്യമാക്കിയാൽ ആ വെള്ളം ആ തടം നിറയുന്നത് വരെ ഒഴിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഇപ്പം കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് കുടിവെള്ളത്തിന് പോലും ജലം ലഭ്യമല്ലാതെ ടോക്കൺ നമ്പർ വിതരണം ചെയ്തുകൊണ്ട് ജലം കുടിവെള്ളം ലഭ്യമാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തിന്റെ വിവിധ ഗ്രാമങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും പ്രത്യേകം ടോക്കൺ കൊടുത്തുകൊണ്ട് ക്യൂ നിർത്തിക്കൊണ്ട് കുടിവെള്ളം കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നു. ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഈ 70% ജലം ദുർവിനിയോഗം ചെയ്യുന്ന ഉപരിതല ജലസേചന രീതിയിലേക്ക് നമ്മൾ തിരിഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ എപ്പോഴും
ഈ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു തടത്തിലാണെങ്കിൽ തടം നിറഞ്ഞാൽ മനം നിറഞ്ഞു എന്നുള്ളതാണ്. അതൊരു ചട്ടിയിലാണെങ്കിൽ ഇതിനിടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, നമ്മളിപ്പോൾ വീട്ടിൽ സാധാരണ ഈ ചെടികൾക്കാണെങ്കിലും പച്ചക്കറികൾക്കാണെങ്കിലും വെള്ളം ഒഴിക്കുന്നത് ഹോസ് ഉപയോഗിച്ചാണ്. ഹോസ് ഉപയോഗിച്ച് നമ്മൾ തളിച്ച് നനയ്ക്കുക, അല്ലെങ്കിൽ ഒരു മഗ് ഉപയോഗിച്ച് തളിച്ച് നനയ്ക്കുക. അപ്പോൾ ആ രീതികൾ നല്ലതല്ലെന്നാണോ സാർ പറയുന്നത്? തളിച്ച് നനക്കുന്നതല്ല, നീ തടം നിറച്ച് നനക്കുന്നതാണ്. അപ്പം എൻ്റെ അടുത്ത് ഒരു സുഹൃത്ത് ഒരിക്കലും ഒരു സംവാദവുമായിട്ട് വന്നു. ഈ സൂക്ഷ്മ ജലസേചന രീതികളെക്കുറിച്ച് ഞാനൊരു വിശകലനം കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്ന് പറഞ്ഞത്, സാർ ഈ രീതിയിൽ സൂക്ഷ്മ ജലസേചനം ചെയ്തു കഴിഞ്ഞാൽ മണ്ണും ജലവും വിഭവങ്ങളും ഒക്കെ സമ്മർദ്ദത്തിലാകും. അപ്പോൾ ഞാൻ ഈ സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ ഒഴിക്കുന്ന തടം മുഴുവനും നിറച്ച് കെട്ടി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചെങ്കിൽ മാത്രമേ ഈ സമ്മർദ്ദം ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ, അങ്ങനെ വേണം നനക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം വന്നത്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിച്ചു, ഇദ്ദേഹം വാഴയ്ക്കാണ് വെള്ളം ഒഴിക്കുന്നത്, അപ്പോൾ വാഴയ്ക്ക് എത്രമാത്രം വെള്ളം കൊടുക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു ഹോസ് പിടിച്ചുകൊണ്ട് ഈ തടം നിറയുന്നത് വരെ വെള്ളം ഒഴിക്കും. അപ്പോൾ എത്ര ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിക്കും? ദിവസേന ഒഴിക്കുന്നില്ല, 3 ദിവസം കൂടുമ്പോൾ ഈ തടം നിറച്ചാണ് ഇദ്ദേഹം വെള്ളം ഒഴിക്കുന്നത്. ഒരു വാഴയ്ക്ക് പരമാവധി ഒരു ദിവസം ആവശ്യമായി വരുന്നത് 10 ലിറ്റർ ജലമാണ്. ദിവസേന 10 ലിറ്റർ വെള്ളം വേണ്ട ഒരു വാഴയുടെ തടത്തിലേക്ക് 3 ദിവസം കൂടുമ്പോൾ ഈ വാഴയുടെ തടം നിറച്ച് അത് കെട്ടി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഏകദേശം ഒരു 100 ലിറ്ററോളം വെള്ളം ഇദ്ദേഹം ലഭ്യമാക്കുന്നു. ഒരു 5 മിനിറ്റുകൾക്കകം ഈ കൊടുത്തിരിക്കുന്ന 100 ലിറ്ററിന്റെ 70 ലിറ്ററും ആർക്കും പ്രയോജനമില്ലാതെ താഴേക്ക് പോകുന്നു. കാരണം നമുക്കറിയാം, നമ്മുടെയൊക്കെ മണ്ണിൽ 2 തരം സുഷിരങ്ങളുണ്ട്. സൂക്ഷ്മ സുഷിരങ്ങളുമുണ്ട്, വലിയ സുഷിരങ്ങളുമുണ്ട്. അപ്പോൾ ഇതിലെ ഈ സൂക്ഷ്മ സുഷിരങ്ങൾ, മൈക്രോപോഴ്സ് എന്ന് പറയുന്ന ഈ സൂക്ഷ്മ സുഷിരങ്ങളിൽ തങ്ങി നിൽക്കുന്ന ജലം മാത്രമാണ് ഒരു ചെടിക്ക് മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാൻ കഴിയാവുന്നത്. അതുപോലെ തന്നെ 3 തരം ജലമുണ്ട് മണ്ണിൽ. ഹൈഗ്രോസ്കോപ്പിക് ജലം എന്ന് പറഞ്ഞൊരു ജലമുണ്ട്, മണ്ണിന്റെ ഉപരിതലവുമായി ദൃഢമായ രാസബന്ധത്തിൽ ഏർപ്പെട്ട് കിടക്കുന്ന ജലം, അത് ലഭ്യമല്ല. രണ്ടാമത്തേത് മണ്ണിലെ മുടിനാരിഴ പോലുള്ള നേർത്ത സുഷിരങ്ങളിൽ തങ്ങി നിൽക്കുന്ന കാപ്പിലറി ജലം എന്ന് പറയുന്ന ഒരു ജലമുണ്ട്. ഈ ജലം മാത്രമാണ് ചെടിക്ക് ലഭ്യമായിട്ടുള്ളത്. മറ്റു ജലം എന്നല്ലെങ്കിൽ വലിയ സുഷിരങ്ങളുള്ള ജലത്തിന് നമ്മൾ പറയുന്നത് ഗ്രാവിറ്റേഷണൽ ജലം അല്ലെങ്കിൽ ഫ്രീ വാട്ടർ എന്നാണ്. ഇതൊരിക്കലും മണ്ണിൽ നിൽക്കുന്നില്ല. സാർ, അപ്പോൾ ഈ മണ്ണറിഞ്ഞ് നമ്മൾ ജലസേചന രീതികൾ മാറ്റേണ്ടതുണ്ട്. മണ്ണറിഞ്ഞ് തന്നെ മാറ്റണം. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് പറയുകയാണെങ്കിൽ ഒരു മണ്ണിൽ ചെടിക്ക് വലിച്ചെടുക്കാൻ കഴിയാവുന്ന വെള്ളത്തിന്റെ ഉയർന്ന പരിധി എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണിലെ എല്ലാ സൂക്ഷ്മ സുഷിരങ്ങളിലും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ, അതാണ് ലഭ്യമായ ജലത്തിന്റെ ഉയർന്ന പരിധി. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് കർഷകന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറഞ്ഞൊരു മാനദണ്ഡമുണ്ട്, സൂക്ഷ്മ സുഷിരങ്ങളുണ്ട്, വലിയ എന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിൽ പുട്ടിന് പൊടി കുഴച്ചു വെച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ ആ പൊടിയിൽ എത്രമാത്രം ഈർപ്പം ഉണ്ടാവുമോ അത്രയും ഈർപ്പമാണ് ഒരു മണ്ണിൽ ചെടിക്ക് വലിച്ചെടുക്കാൻ കഴിയാവുന്ന വെള്ളത്തിന്റെ ഉയർന്ന പരിധി. സാർ, ഒരു ഫോൺ കോൾ ഉണ്ട്. ഹലോ, കൃഷിദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യം, സംശയം ചോദിച്ചോളൂ. സാർ, ഞാനിത് പരവൂരിന്നാണ് വിളിക്കുന്നത്, കൊല്ലം പരവൂരിന്ന്. ആരാ വിളിക്കുന്നത്? സതീഷ് കുമാർ. സതീഷ് കുമാർ, പറയൂ. സാറേ, ഈ വെള്ളം നമ്മളിപ്പോ പല വയലുകളും നികത്തിയിട്ട് വെള്ളം ഇങ്ങനെ ഒഴുക്കി വിടുന്നെങ്കിലും അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഒഴുകി കായലിലേക്ക് പോയാണ്. ഇപ്പൊ തന്നെ മഴ കിട്ടുന്ന മഴ ധാരാളമായി ലഭിക്കുന്നുണ്ട്. ഇവിടെ മഴ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ഈ കുളങ്ങളും തോടുകളും വേണ്ട രീതിയിൽ അത് സംരക്ഷിക്കാത്തതിനാല് വെള്ളം ഒഴുകി കായലിലോട്ട് പോവുകയാണ് ചെയ്യാറുള്ളത്. ഇപ്പൊ എനിക്കിങ്ങനെ കുറച്ച് കൃഷി ഞാൻ കായലിന്റെ ഭാഗത്താണ് കൃഷി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ആ വെള്ളം എന്ന് പറയുന്നത് നമുക്ക് വേണ്ട രീതിയിൽ അത് വിനിയോഗിക്കാനും കഴിയുന്നില്ല. അത് എങ്ങനെ സംരക്ഷിക്കണമെന്ന് കൃഷിഭവനിൽ നിന്നോ നമുക്ക് ഒരു അടിസ്ഥാനമായ ഒരു പാഠം ലഭിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശം എന്താണുള്ളത്? പരവൂരിന്ന് സുരേഷാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം വെള്ളം ഒഴുകി കായലിലേക്ക് പോകുന്നു. പരവൂർ എന്ന് പറയുന്നത് കുറച്ച് കായൽ ഉള്ള പ്രദേശമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഭൂവിനിയോഗത്തിൽ നമ്മൾ തന്നെ വരുത്തി വച്ചിരിക്കുന്ന വ്യതിയാനമാണ് കേരളത്തിലെ ജലപ്രതിസന്ധിയുടെ പ്രധാനപ്പെട്ട കാരണം. ഞാൻ ആമുഖമായിട്ട് പറഞ്ഞു, കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് മലനാട്, ഇടനാട്, തീരപ്രദേശം, ഇതിൽ മലനാട്ടിലെ നിത്യഹരിതവനങ്ങൾ, ഒരുപാട് ജല ആഗിരണ ശേഷിയുള്ള വനമണ്ണ്. അപ്പം ഒരു വൃക്ഷമുണ്ടെങ്കിൽ ജലസംരക്ഷണത്തിന് നമുക്ക് 3 രീതിയിൽ അത് നമ്മളെ ജലം സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിലായിക്കൊണ്ട് അതിന്റെ ശിഖരങ്ങളും ഇലകളുമൊക്കെ ആയിക്കൊണ്ട് ഭൂമിയിലേക്ക് പതിക്കുന്ന മഴയുടെ ആ വേഗതയെയും ഊർജ്ജത്തിനെയും ഒക്കെ ആവാഹിച്ചുകൊണ്ട് ജലസംരക്ഷണത്തെ സഹായിക്കുന്നു. ഉപരിതലത്തിൽ ആ ജൈവാംശം കൂടുതലുള്ള ആ മണ്ണ് ജലത്തിനെ ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കുന്നു. മണ്ണിനടിയിലാണെങ്കിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന വേരുപടലങ്ങൾ ജലത്തിനെ ഉള്ളിലേക്ക് ആവാഹിക്കുന്നതിന് സഹായിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ മലനാട്ടിൽ ഒരുപാട് ജലസംരക്ഷണ മാർഗങ്ങൾ ഉണ്ടായിരുന്നു ഈ വനമണ്ണിൽ. അതെല്ലാം വനനശീകരണം വഴി നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞ് മണ്ണ് ഇടനാട്ടിലേക്ക് വരുമ്പോൾ, ഇടനാട് ഒരു കാലത്ത്
ജലസമ്പുഷ്ടമായിരുന്നു. കുന്നുകളും കുളങ്ങളും തോടുകളുമൊക്കെയായി ഒരുപാട് ജലസംഭരണ മാർഗങ്ങളുള്ള നമ്മുടെ ഇടനാട്, അവിടെ 1 ടൺ മണ്ണിൽ പ്രകൃതിയാ 317 ലിറ്റർ ജലം ശേഖരിച്ചു വെക്കാൻ കഴിയും. അപ്പോൾ പ്രകൃതിയാലുള്ള അവസ്ഥയിൽ അടിച്ചമർത്താതെങ്കിൽ നമ്മൾ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണിൽ 317 ലിറ്റർ വെള്ളം. ഈ പരവൂര് പോലുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ വെള്ളം അല്ല, ഇദ്ദേഹം പറഞ്ഞത് ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. പാടം നികത്തിയത് കൊണ്ടാണ് ഇദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഇടനാട്ടിലെയും മലനാട്ടിലെയും ജലസംഭരണം കഴിഞ്ഞാണ് ഈ താഴ്ന്ന പ്രദേശത്തേക്ക് ജലം വരുന്നത്. അപ്പൊ താഴ്ന്ന പ്രദേശങ്ങളിൽ ഏറ്റവും നല്ല ഒരു ജലസംരക്ഷണ മാർഗമാണ് നെൽപ്പാടങ്ങൾ. അപ്പോൾ ഈ നെൽപ്പാടങ്ങളിൽ 2 രീതിയിലാണ് നമ്മൾ നെൽകൃഷിക്ക് വേണ്ടി ജലം കെട്ടി നിർത്തുമ്പോൾ അതിലൊരു ഭൂരിഭാഗം നമ്മൾ ഭൂഗർഭജല പരിപോഷണത്തിന് വേണ്ടി ഭൂമിക്കടിയിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ താഴ്ന്ന പ്രദേശം ഒരുപാട് തോടുകളുമൊക്കെ ആയിട്ട് പ്രകൃതിയുള്ള. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടനാട്ടിലെ കുന്നുകളും മലകളും ഒക്കെ ഇടിച്ച് താഴ്ന്ന പ്രദേശത്തുള്ള നെൽപ്പായലുകൾ കൊണ്ടുവന്ന് നികത്തിയപ്പോൾ ഇടനാട്ടിലും താഴ്ന്ന പ്രദേശങ്ങളിലും ഒരേപോലെ ജലസംരക്ഷണത്തിനുള്ള ജലസംഭരണത്തിനുള്ള മാർഗം പ്രകൃതിയാണ് നമ്മൾ ഇല്ലാതാക്കി. അപ്പോൾ നമ്മൾ തന്നെ ഈ ഭൂവിനിയോഗത്തിൽ വരുത്തിയ വ്യതിയാനമാണ് മഴവെള്ളം ഒഴുകി നേരെ അറബിക്കടലിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക്, കായലിലേക്കോ തോടിലേക്കോ ഒക്കെ പോയിക്കൊണ്ട് നേരെ കടലിലേക്ക് അവസാനമായിട്ട് ചെന്നെത്തുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനെയെല്ലാം തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇദ്ദേഹം ചോദിച്ചത് പാടം നികത്തിയിരിക്കുന്നു, വെള്ളം പുഴയിലേക്ക് പോകുന്നു, അതിന് തിരിച്ച് എന്ത് ചെയ്യണമെന്ന് കൃഷി വകുപ്പ് പറഞ്ഞു തരുന്നില്ല എന്ന് പറയുമ്പം അത് കൃഷി വകുപ്പ് പറഞ്ഞു തരേണ്ട ഒരു കാര്യമല്ല. നമുക്ക് സ്വമേധയാ നമ്മൾ അറിയേണ്ടതാണ്. കുന്നിടിച്ചാലും കുളങ്ങൾ തൂർത്താലും പാടം നികത്തിയാലും ജലസംരക്ഷണം നടക്കുകയില്ല. അത് പറഞ്ഞു തരുന്നതിന് കൃഷി വകുപ്പ് വേണ്ട, സ്വയം ഒരു ഇച്ഛാശക്തിയാണ് നമുക്ക് വേണ്ടത് ജലസംരക്ഷണത്തിന് വേണ്ടി. ഹലോ ഹലോ ചോദ്യം ചോദിച്ചതിന് നന്ദി സുരേഷ്. സുരേഷ് ഫോൺ കോൾ കട്ടായെന്ന് തോന്നുന്നു. നമുക്ക് വീണ്ടും ചർച്ചയിലേക്ക് വരാം. നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് ആ ജലസേചനത്തിന്റെ ശാസ്ത്രീയ രീതികളാണ്. മണ്ണറിഞ്ഞ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഈർപ്പം ഒരിക്കലും വെള്ളമല്ല അല്ലെങ്കിൽ ജലമല്ല ഒരു ചെടി മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്നത്. ചെടി വലിച്ചെടുക്കുന്നത് ഈർപ്പമാണ്. നമ്മുടെ ആളുകളിലേക്ക് ഒരു ധാരണ എന്താണ്, ജലവും ഈർപ്പവും തമ്മിലുള്ള വ്യത്യാസം, മോയ്സ്ചറും വാട്ടറും തമ്മിലുള്ള വ്യത്യാസം. ജലവും ഈർപ്പം എന്ന് പറയുമ്പോൾ അത് വെച്ചാൽ നമ്മൾ ഈ ദ്രവരൂപത്തിൽ ഇങ്ങനെ കെട്ടി നിൽക്കുന്ന ഒരു സാന്നിധ്യം നമുക്ക് ആവശ്യമില്ല. ഒരു നനവ്, മറ്റത് കെട്ടി നിൽക്കുന്ന ജലമാണ്. ഈ ഒരു നനവ്, ഈർപ്പം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പം ഇത് സാധാരണയായിട്ട് ആളുകൾ വെള്ളം ഒഴിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഈ സൂക്ഷ്മ സൂക്ഷ്മങ്ങൾ നിറഞ്ഞതിന് ശേഷം വീണ്ടും വലിയ സൂക്ഷ്മങ്ങൾ നിറഞ്ഞു, അത് കഴിഞ്ഞ് തടത്തിൽ വെള്ളം കെട്ടി നിന്നു. ഈ കെട്ടി നിൽക്കുന്ന വെള്ളം കുത്തനെ താഴേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ വളപ്രയോഗ രീതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് കുറേ അടിവളം കൊടുക്കും. അടിവളം കൊടുത്തതിന് ശേഷം കൃത്യമായ ഇടവേളകളിൽ നമ്മൾ കുറേ പണിക്കാരെ നിർത്തിക്കൊണ്ട് ഈ തടം തുറന്ന് അവിടെ കുറച്ച് യൂറിയയും പൊട്ടാഷ്യം ഒക്കെ ഇടും. എന്നിട്ട് നല്ല ഭംഗിയിൽ മണ്ണിട്ടിട്ട് മൂടും. ഈ മൂടിയ തടത്തിലേക്കാണ് ഈ ഓസ് പിടിച്ചുകൊണ്ട് തടം നിറച്ച് വെള്ളം ഒഴിക്കുന്നത്. ഈ വെള്ളം കുത്തനെ താഴേക്ക് പോകുന്ന പോക്കിൽ ഈ ജലത്തിൽ ലയിക്കുന്ന വളങ്ങളെ മുഴുവനും കലക്കി അടിച്ച് താഴേക്ക് കൊണ്ടുപോകും. അപ്പം ഇടവള പ്രയോഗത്തിന് ശേഷം ഒരു 4ഓ 5ഓ ജലസേചനം കഴിയുമ്പോഴത്തേക്കും ഈ താഴേക്ക് പോകുന്ന വെള്ളം ഈ വളത്തിനെ മുഴുവനും കലക്കി അടിച്ച് ഭൂമിക്കടിയിലേക്ക് കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ ഈ ചെടിയുടെ വേരുപടലങ്ങൾക്ക് താഴെ അതിനപ്രാപ്യമായ ഒരു മേഖലയിലൂടെ ഇതിനെ തള്ളി ഭൂഗർഭജല സംഭരണിയിൽ പോയി ചെല്ലുന്നു. ഈ കൃഷിയിടത്തിന്റെ നടുക്ക് ഈ കർഷകന് ഒരു കിണറുണ്ട്. ഈ കിണറ്റിലേക്ക് വരുന്ന ഉറവകളിലൂടെ ഇതെല്ലാം കൂടെ ഒഴുകി ഈ കിണറ്റിലേക്ക് വരുന്നു. ഇത് നേരെ അദ്ദേഹം വീടിന്റെ മുകളിലുള്ള ടാങ്കിലേക്ക് പമ്പ് ചെയ്യുന്നു, അടുക്കളയിലേക്ക് വരുന്നു. പാചകത്തിന് വേണ്ടി കഞ്ഞിയും കറിയും കാപ്പിയും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിനകത്ത് നൈട്രജനും പൊട്ടാഷ്യം ഒക്കെ അദ്ദേഹത്തിനും കുടുംബത്തിനും കിട്ടുന്നു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഫോൺ കോൾ ഉണ്ട്. ഹലോ, കൃഷിദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഇത് വയനാട്ടിൽ നിന്നാണ് കൃഷ്ണൻകുട്ടി, വൈത്തിരിയിൽ നിന്ന്. കൃഷ്ണൻകുട്ടി, ചോദ്യം ചോദിച്ചോളൂ. അതെ, ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ മറുപടി കേൾക്കാനും വിഷമമുള്ള ഒരു അവസ്ഥയുണ്ട്. കാരണം TV ഓൺ ചെയ്തിരിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇങ്ങനെ കാണുന്നവർക്ക് എന്തെങ്കിലും പറയാൻ പറ്റുന്നുള്ളൂ. അത്രയൊരു ബുദ്ധിമുട്ടുണ്ട്. എനിക്കൊരു പ്രധാനപ്പെട്ട വിഷയം പറയാനുള്ളത്, ഇപ്പൊ ഈ കുന്നിന്റെ പുറത്തൊക്കെ മഴ വെള്ളം ശേഖരിക്കാൻ വേണ്ടി നേരത്തെ കുറെ കാലം മുമ്പ് അവര് കുഴിയെല്ലാം കുഴിച്ച് ഉള്ളിൽ കുറെ സിമെന്റ് കൊണ്ടൊക്കെ തേച്ച് വൃത്തിയാക്കി സൂക്ഷിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ പോയിട്ട് വെള്ളം അവിടെ നിലനിൽക്കാതെ പോകുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ട വിധത്തിലുള്ള സഹായങ്ങളൊക്കെ സർക്കാരിൽ നിന്ന് കിട്ടുമോ എന്നറിയാൻ പലയിടത്തും അന്വേഷിക്കുമ്പോൾ അത് നമുക്കൊരു നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള മറുപടിയാണ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് കിട്ടുന്നത്. ഇപ്പോ ഈ അടുത്ത കാലത്തായിട്ട് ഈ റോഡിലൊക്കെ വെച്ച് വെക്കുന്ന ഒരു കൊച്ചു പമ്പ് കാണാനിടയായി ഞാൻ. 2 ലിറ്റർ വെള്ളം കൊള്ളുന്ന തരത്തിൽ ഒരു കുപ്പിക്കകത്ത് 2 ലിറ്റർ വെള്ളം നിറച്ചു കഴിഞ്ഞാൽ അതൊന്ന് പമ്പ് ചെയ്തിട്ട് സ്പ്രേ ചെയ്താൽ ആവശ്യമുള്ളത്ര ശക്തി കുറഞ്ഞിട്ട് ആ സ്പ്രേ എത്തുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇലകളിലും തണ്ടിലും നിലത്തും ഒക്കെ ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം കൊടുക്കാനും കഴിയുന്നു. ഇത്തരം പുതിയ പുതിയ ശൈലികളൊക്കെ ഇങ്ങനെ ഈ വലിയ റോഡിലൊക്കെ കാണാനിടയാകുമ്പോൾ ഇത് ജനങ്ങളിൽ എത്തിക്കാനും കൃഷിക്കാർക്ക് ഇതുമൂലം ഉണ്ടാകുന്ന ഗുണങ്ങൾ മനസ്സിലാക്കാനും വേണ്ടത്ര സൗകര്യങ്ങളൊന്നും എവിടെയും കാണുന്നില്ല. പലപ്പോഴും വല്ല ഈ കാർഷിക വിജ്ഞാനത്തിന് വേണ്ടി വിളിച്ചു കൂട്ടുന്ന ചില കൺവെൻഷനുകളിലൊക്കെ അല്ലാതെ ഇതൊന്നും പുറത്ത് ജനങ്ങൾക്കറിയാൻ വേണ്ടത്ര വിധത്തിലുള്ള സഹായങ്ങൾ കിട്ടുന്നേ ഇല്ല.
അപ്പൊ അത്തരം ഒരു നിരാശയൊക്കെ ഉണ്ട്. അതുകൊണ്ട് സാറിന്റെ ഈ ഒരു വിഷയം ഇവിടെ കേൾക്കുമ്പോൾ വളരെ സന്തോഷം തോന്നി. ഒരുപാട് ആളുകൾക്ക് ഗുണമുള്ള തരത്തിലാണ്. വെള്ളമാണ് ഏറ്റവും വലിയ വായുവിനേക്കാൾ ശക്തി വെള്ളം ഉണ്ടെങ്കിലേ ഈ സസ്യങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ സന്തോഷം തോന്നി, അതുകൊണ്ട് വിളിച്ചതാണ്. പക്ഷെ ഉള്ള കുഴപ്പം എന്താണ്, സാറിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഈ ഫോണൊന്ന് ഓഫ് ചെയ്യേണ്ടി വരും. കാരണം എനിക്കത് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. TV ഓൺ ചെയ്ത് വെച്ചിട്ട് ഫോണിൽ കൂടെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇത്രയേ ഉള്ളൂ, കൂടുതലുണ്ട്. TV ഓൺ ചെയ്തോളൂ. താങ്കളുടെ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും നന്ദി. ഈ പറഞ്ഞതുപോലെ ജലസംഭരണത്തിന് വേണ്ടിയുള്ള ജലസംഭരണികൾ, കിണറുകൾ, അതിനൊക്കെ കൃത്യമായിട്ടുള്ള മാനദണ്ഡം അനുസരിച്ച് സബ്സിഡിയും സൗകര്യങ്ങളും ഒക്കെ സാമ്പത്തിക സഹായവും ഒക്കെ സർക്കാർ കൊടുക്കുന്നുണ്ട്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റേതായിട്ട് തന്നെ ഈ കുളങ്ങൾക്ക് സിമന്റ് അല്ല പറയുന്നത്, രണ്ട് രീതിയിലുള്ള കുഴികളും കുളങ്ങളും ഉണ്ട്. ഒന്ന് ഭൂഗർഭജല പരിപോഷണത്തിന് വേണ്ടി വിനിയോഗിക്കുന്ന ഗ്രൗണ്ട് വാട്ടർ റീചാർജ് പിറ്റ്, ഗ്രൗണ്ട് വാട്ടർ റീചാർജ് പോണ്ട് എന്ന് പറഞ്ഞു. രണ്ടാമത്തേത് ജലം സംഭരിച്ചു വെക്കുന്ന സ്റ്റോറേജ് പോണ്ടുകളായിട്ട്. അപ്പോൾ ഈ സംഭരിച്ചു വെക്കുന്ന ടാങ്കുകൾക്കാണ് നമ്മൾ സിമന്റ് ഒന്നും വെച്ച് ചെയ്യേണ്ട കാര്യമില്ല. അതിന് ഇപ്പം നമ്മൾ സാധാരണയായിട്ട് ജിയോ മെംബ്രെയിൻ എന്ന് പറഞ്ഞ ഒരു ലൈനിങ് ആണ് പണ്ട് കൊടുത്തിരുന്നത്. ഇപ്പോൾ അടുത്ത കാലത്തായിക്കൊണ്ട് PVC കോട്ടഡ് ആയിട്ടുള്ള, PVCയുടെ കോട്ടിംഗ് ഉള്ള നൈലോൺ ഫാബ്രിക് എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ നമ്മളിപ്പം അടുത്ത കാലത്തായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ഒരു ചതുരശ്ര മീറ്ററിന് 22 രൂപയൊക്കെ ശരാശരി വരുന്നുള്ളൂ, അത്യാവശ്യം കട്ടിയുള്ളത്. അപ്പോൾ ഇതിന് തന്നെ കൃത്യമായിട്ടുള്ള സബ്സിഡി മാനദണ്ഡങ്ങളുമുണ്ട്. കൃഷിഭവനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടും. താങ്കൾ പറഞ്ഞതുപോലെ സ്പ്രേ ഉപയോഗിച്ച് കുപ്പിയിൽ വെള്ളം അടിച്ച് അതുപോലെയുള്ള മൈക്രോ ഇറിഗേഷൻ, സൂക്ഷ്മ ജലസേന രീതികൾ സംസ്ഥാനത്തുടനീളവും നമ്മൾ പ്രചരിപ്പിക്കുന്നുണ്ട്. കേരള കാർഷിക സർവകലാശാലയും സംസ്ഥാന കൃഷി വകുപ്പും സംസ്ഥാന ഹോർട്ടിക്കൾച്ചറും ഒക്കെ ആയിക്കൊണ്ട് ഇത്തരം രീതികൾ ശരിയായ രീതിയിലുള്ള പ്രചരണ, പരിശീലന, വിജ്ഞാന വ്യാപന പരിപാടികൾ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളും ഒക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും താങ്കളുടെ നിർദ്ദേശങ്ങൾക്കും താങ്കളുടെ നല്ല വാക്കുകൾക്കും നന്ദി. ഹലോ കൃഷ്ണൻകുട്ടി, ഫോൺ വിളിച്ചതിന് നന്ദി. ഈ കൃഷിദർശൻ പ്രോഗ്രാമിൽ ഒരു ചെറിയ ഇടവേള. കൃഷിദർശൻ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:30, വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:05. മേൽക്കൂരയിൽ നിന്ന് മഴവെള്ള സംഭരണം, മഴവെള്ള സംഭരണ കുളങ്ങൾ, മഴക്കുഴികൾ ഇവയെല്ലാം ഭൂജല പോഷണത്തിന്റെ വിവിധ മാർഗങ്ങളാണ്. മഴവെള്ളം സംഭരിച്ചുപയോഗിക്കുവാനും മഴവെള്ളത്തെ മണ്ണിലാഴ്ത്തി ഭൂഗർഭ ജലവിതാനം ഉയർത്തുവാനും കൂടുതൽ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ്. ഭൂഗർഭ ജലനിരപ്പ് ക്രമാതീതമായി താഴുന്നത് നിയന്ത്രിക്കുന്നതിനും മണ്ണിനടിയിൽ ശേഖരിക്കപ്പെടുന്ന ജലത്തിന്റെ ഗുണമേന്മ ഉയർത്തുന്നതിനുമായി കൃത്രിമ ഭൂഗർഭ ജല പോഷണ മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. കേരളത്തിന്റെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ കൃത്രിമ ഭൂഗർഭ ജല പോഷണ മാർഗങ്ങളാണ് അടിയണകൾ, പുനഃപൂരണ കിണറുകൾ അഥവാ റീചാർജിംഗ് കിണറുകൾ, പുനഃപൂരണ കുഴികൾ, ഇഞ്ചക്ഷൻ കിണറുകൾ എന്നിവ. 95% ജലസേചന കാര്യക്ഷമത ഉറപ്പുവരുത്തുന്ന സൂക്ഷ്മ ജലസേചന രീതിക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള കൃത്യത കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക. കാര്യക്ഷമമായ ജലവിനിയോഗം ഉറപ്പുവരുത്തുന്നതിനായി കർഷകർ പലരും ഇന്ന് തങ്ങളുടെ കൃഷിയിടത്തിൽ സൂക്ഷ്മ ജലസേചന രീതികൾ, പ്രത്യേകിച്ച് കണിക ജലസേചന രീതി അനുവർത്തിച്ചു പോരുന്നു. ജലം എങ്ങനെ ഉപയോഗിക്കണമെന്ന പാഠമാണ് മലയാളികൾ ആദ്യം പഠിക്കേണ്ടത്. ജലസമ്പത്തിന്റെ അനിയന്ത്രിതമായ ചൂഷണം തടയാനും നല്ല ജല ഉപഭോഗ ശീലങ്ങൾ അനുവർത്തിക്കാനും നാം പ്രാപ്തരാകണം. ഓരോ സ്ഥലത്തെയും സവിശേഷതകൾ മനസ്സിലാക്കി സ്ഥലാനുയോജ്യ സംരക്ഷണ രീതികൾ അവലംബിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. വിവിധ ഇനം ജലസ്രോതസ്സുകളുടെ മിതമായ ഉപയോഗത്തിനും സംരക്ഷണത്തിനും സഹായകമാകുന്ന ഒന്നാണ് ശാസ്ത്രീയ ജലപരിപാലനം. മികവുറ്റ തരത്തിൽ ജലത്തെ ഓരോ ഉപയോഗത്തിനായി വീതിച്ചു നൽകുകയും അതിന്റെ ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും മികച്ച ജലപരിപാലനം. മണ്ണ് പരിപാലനവും ജലസേചനവും രോഗകീട നിയന്ത്രണവുമെല്ലാം ദീർഘകാല നിലനിൽപ്പുള്ള
ജലപരിപാലനമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. കൃഷിദർശന്റെ ചർച്ചയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ശാസ്ത്രീയ ജലപരിപാലനത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ ഇപ്പോൾ നിങ്ങൾ കണ്ട വിഷ്വലിനോട് സമാനമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടെ സാറ് സപ്ലിമെൻ്റ് ചെയ്യുന്നതായിരിക്കും. സാറ്, ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, നമ്മളൊരിക്കലും നമ്മുടെ ജലസ്രോതസ്സുകൾ അനുദിനം വറ്റി വരണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പ്രതീകമായ നമ്മുടെ ഭാരതപ്പുഴയിലേക്ക് തന്നെ ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ ഭാരതപ്പുഴയിൽ ഇന്ന് ഒരു തുള്ളി പോലും ജലമില്ലാത്ത അവസ്ഥയാണ്. ഭാരതപ്പുഴയുടെ ഇന്നത്തെ ശോചനീയാവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് പോലും പണിതിന് ശേഷം പോലും അതിൽ നിന്ന് 7 കിലോമീറ്റർ മാറിയുള്ള ഒരു പ്രദേശത്തെ ഭാരതപ്പുഴ ഒരു തുള്ളി ജലം പോലും ഇല്ലാതെ കിടക്കുന്നു. അങ്ങനെ അനുദിനം വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് ജലസേചനത്തിന് വേണ്ടിയുള്ള നമ്മുടെ ഈ ജല ഉപഭോഗശീലമാണ് നമ്മൾ മാറ്റേണ്ടത്. ഒരിക്കലും നമ്മൾ ഒരു ചെടിയുടെ തടം നിറഞ്ഞ് അല്ലെങ്കിൽ ഒരു ചട്ടി നിറച്ചുകൊണ്ട് വെള്ളം ഒഴിച്ചുള്ള ജലസേചന രീതി അത് ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കുന്നത്. ഒരു മണ്ണിൽ ചെടി വളരണമെങ്കിൽ ജലം മാത്രം മതി എന്നുള്ളത് ഒരു തെറ്റായ ധാരണയാണ്. ഒരു മണ്ണിൽ ശരിയായ ചെടിയുടെ വളർച്ച ഉണ്ടാവണമെങ്കിൽ അവിടെ 3 കാര്യങ്ങൾ അത്യാവശ്യമാണ്. 1, ഈർപ്പ സാന്നിധ്യം. 2, അടിസ്ഥാന മൂലകങ്ങളുടെ സാന്നിധ്യം. 3, വായു സഞ്ചാരം. ഈ 3 ഘടകങ്ങളും ഒരേ സമയം ഉറപ്പുവരുത്തിയാൽ മാത്രമേ ആരോഗ്യപരമായ ഒരു വിളയുടെ വളർച്ച അവിടെ സാധ്യമാവുന്നുള്ളൂ. ഈ 3 കാര്യങ്ങളും ഒരേ സമയം ഉറപ്പുവരുത്തുന്ന ഏക ജലസേചന രീതിയാണ് സൂക്ഷ്മ ജലസേചന രീതി. ഞാൻ നേരത്തെ നമ്മൾ സംസാരിച്ചു. സാർ, ഒരു കോൾ വന്നിട്ടുണ്ട്. ഹലോ, കൃഷിദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? ബീന അങ്കമാലിയിൽ നിന്ന്. ചോദിച്ചോളൂ ബീന. എനിക്ക് ഹലോ, ബീന അങ്കമാലിയിൽ നിന്നാണ്. എനിക്ക് കിണർ റീചാർജിങ്ങിനെ കുറിച്ചുള്ള സംശയമാണ് ചോദിക്കാറുള്ളത്. കിണർ റീചാർജിങ്ങിനെ കുറിച്ച് ചോദിച്ചോളൂ. കിണറിന്റെ അടുത്ത് കുഴിയെടുത്ത് കിണറിലേക്ക് നേരിട്ട് വെള്ളം ഇറക്കാൻ ആഗ്രഹിക്കണില്ല. അതിന്റെ അടുത്ത് കുഴിയെടുത്ത് വെള്ളം എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കിണറിൽ നിന്ന് എത്ര ദൂരത്തിൽ കുഴിയെടുക്കണം, എത്ര ആഴത്തിൽ കുഴിയെടുക്കണം, അതിന്റെ അകത്ത് ചരലോ എന്തെങ്കിലും നിറയ്ക്കണോ, അതിന്റെ എങ്ങനെയാ ഡീറ്റെയിൽസ് അറിയണം. കിണറിലേക്ക് നേരിട്ടിട്ട് മഴവെള്ളം കടത്തിവിടുന്നത് ആ ജലം മലിനമാകുന്നതിനിടയാവും. അപ്പോൾ കിണറിൽ നിന്ന് ഏകദേശം ഒരു 1-2 മീറ്റർ മാറി ഒരു കുഴി എടുത്തുകൊണ്ട് കുഴിയുടെ വലുപ്പം എത്രയെന്ന് വെച്ചാൽ എത്രമാത്രം വെള്ളം ഒഴുകി വരുന്നു എന്നതും ആ പ്രദേശത്തെ മണ്ണിൻ്റെ ജല ആഗിരണ ശേഷിയും അനുസരിച്ചിരിക്കും ആ കുഴിയുടെ വ്യാപ്തം നമ്മൾ കണക്കാക്കേണ്ടത്. ആ കുഴിയിൽ നമ്മൾ ചരൽ, മണൽ, പറ്റുമെങ്കിൽ കൂടുതൽ ചെളിയൊക്കെ ഉണ്ടെങ്കിൽ അത് അരിച്ചു മാറ്റാനായിട്ടുള്ള പ്രകൃതിയായുള്ള 1-2-3 തട്ടിലുള്ള ഒരു ചെറിയ അരിപ്പ സംവിധാനം കൂടി കൊടുത്തതിന് ശേഷം ഈ വെള്ളം അതിലേക്ക് കടത്തി വിട്ട് കഴിഞ്ഞാൽ അതിനകത്തുള്ള ചെളിയും മറ്റു മാലിന്യങ്ങളൊക്കെ അരിഞ്ഞ് പിന്നെ മണ്ണ് തന്നെ ഭൂമിയിലെ ഏറ്റവും നല്ല ഒരു ഫിൽറ്റർ എന്ന് പറഞ്ഞത് ഈ മണ്ണാണ്. ഈ മണ്ണിനകത്ത് കൂടി ഒഴുകി അത് ചെല്ലുമ്പോഴേക്ക് തന്നെ ഒരുവിധം നല്ല രീതിയിലുള്ള ഫിൽട്രേഷൻ നടക്കും. കൂടുതൽ മാലിന്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അരിച്ചു മാറ്റുന്നതിനായി ഈ ചരല്, മണൽ പോലുള്ള ഒരു ചെറിയ അരിപ്പ ഒരു 1-2 അടുക്കുകളായിട്ട് കൊടുക്കുന്നതും കൂടി നന്നായിരിക്കും. ഒരിക്കലും നേരിട്ട് മഴവെള്ളം കിണറുകളിലേക്ക് റീചാർജിങ്ങിന് വേണ്ടി കടത്തി വിടരുത്. നമ്മൾ ആ കുഴിക്ക് ആഴം എന്തോരം വേണം? ആ കുഴിയുടെ ആഴം അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് എത്രമാത്രം ജലം ആ പ്രദേശത്തേക്ക് ഒഴുക്കി എത്തുന്നു എന്നനുസരിച്ചിരിക്കും. കാര്യം അതിനകത്ത് നമുക്ക് ഇത്രയേ ഉള്ളൂ, അതിലേക്ക് വരുന്ന വെള്ളം പുറത്തുനിന്നുള്ള വെള്ളമാണ്. അപ്പം അധികം നമ്മൾ വലിയ ആഴം വേണ്ട. നമുക്ക് അവിടുത്തെ ആ മണ്ണിന്റെ എത്രമാത്രം ചെങ്കൽ മണ്ണാണ്. ടെറസിൽ നിന്ന് വെള്ളം ഒരു കുഴൽ വഴി നേരിട്ട് കൊണ്ടുവന്നുകൊണ്ട് ഒരു ചെറിയ കുഴി എടുത്ത് ആ കുഴിക്കകത്തേക്ക് അത് വരുന്ന മുറയ്ക്ക് തന്നെ മണ്ണിനടിയിലേക്ക് ഊർന്നു പോകുന്ന രീതിയിൽ അതിന് എത്രമാത്രം വെള്ളം വരുന്നുണ്ട് ആ വ്യാപ്തം കണക്കാക്കിയും ആ മണ്ണിന്റെ ജല ആഗിരണ ശേഷി കണക്കാക്കിയുമാണ് ആ കുഴിയുടെ വ്യാപ്തം നമ്മൾ തീരുമാനിക്കുന്നത്. കിണറിൽ നിന്നും എത്ര ദൂരം? 2 മീറ്റർ ദൂരമല്ല ഞാൻ പറഞ്ഞത്. ഇത്ര ദൂരത്തിലില്ലെങ്കിൽ കിണറിന് ഇടിച്ചിൽ സംഭവിക്കുമെന്നാണ് സംശയം. കിണറിന് ഇടിച്ചിൽ സംഭവിക്കും? ഇല്ല. കിണറിൽ നിന്ന് 2 മീറ്റർ 3 മീറ്ററോ മാറ്റി, മണ്ണിന് ബലക്ഷയം ഉള്ള മണ്ണാണെങ്കിൽ കുറച്ച് മാറ്റി വിട്ടാൽ മതി. കിണറൊന്ന് അങ്ങനെ ഒരു കുഴി കുടിക്കുന്നുണ്ട് കിണറിന്. കാര്യം കിണർ നല്ല അല്ലെങ്കിൽ പടുത്തോ അല്ലെങ്കിൽ റിങ് ഇറക്കിയോ ആയിട്ടുള്ള കിണറാണ്. അപ്പോൾ അവിടെ കുറച്ചും കൂടി ഇങ്ങോട്ട് മാറി 2-3 മീറ്റർ മാറ്റി കൊടുത്താൽ മതി, കുഴപ്പമൊന്നും ഉണ്ടാവുന്നില്ല. എത്ര ആഴം വേണം എന്നുള്ളത്? എത്ര ആഴം വേണം? നമുക്കിപ്പം ഒരു 2 മീറ്ററോ അതായും പറഞ്ഞത് മണ്ണിന്റെ നമ്മളെ എത്രമാത്രം വ്യാപ്തം ഉൾക്കൊള്ളണം. അതിനകത്ത് കെട്ടി ഓവർഫ്ലോ ആവാതെ അത് പരമാവധി അതിനെ അങ്ങോട്ട് ആഗിരണം ചെയ്യുന്ന ഒരു വ്യാപ്തം കണക്കാക്കിക്കൊണ്ട് അതിന് കൃത്യമായിട്ടൊരു തമ്പ് റൂള് നമുക്ക് പറയാൻ പറ്റില്ല. മെറ്റൽ നിരത്തണം. നിരക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ മഴ എന്താ പറയുന്നത്, മേൽക്കൂരയിൽ നിന്ന് വരുന്നതാണെങ്കിൽ മെറ്റലിന്റെ ആവശ്യം വരുന്നില്ല. അപ്പം മെറ്റലിന്റെ ആവശ്യം വരുന്നില്ല. ഹലോ, ചോദിച്ചതിന് നന്ദി ബീന.
സാർ ഇപ്പൊ ഈ കിണർ റീചാർജിങ്ങിന്റെ കാര്യം പറഞ്ഞു. ഈ ചരല് നിർത്തുന്നത്, അതുപോലെ തന്നെ കൽക്കരി, നമ്മൾ ഈ കിണർ റീചാർജ് ചെയ്യുമ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് 3 തട്ടായിട്ട് ഈ കൽക്കരി ഉപയോഗിക്കുന്നുണ്ട്, ചരൽ ഉപയോഗിക്കുന്നുണ്ട്, മണൽ ഉപയോഗിക്കുന്നുണ്ട്. അത് 3 തട്ടുകളായിക്കൊണ്ട്. അപ്പോൾ ഈ റീചാർജിങ് സംവിധാനത്തിനൊക്കെ എപ്പോഴും നമ്മൾ ഈ ആളുകൾ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സംശയം എന്ന് പറഞ്ഞാൽ ഭൂഗർഭജല പരിപോഷണം മാത്രമാണ്. അപ്പോൾ ഈ പരിപോഷണത്തിനേക്കാൾ ഉപരിയായിക്കൊണ്ട് ജല ദുർവിനിയോഗമാണ് കാർഷിക മേഖലയിൽ നടക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ശാസ്ത്രീയമായ ജലവിനിയോഗത്തിലേക്ക് ആളുകൾ വരുന്നില്ല. സൂക്ഷ്മ ജലസേചനം പോലുള്ള, ഞാൻ പറഞ്ഞു വന്നത് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ ചെടിച്ചട്ടിയിൽ വെള്ളം ഒഴിക്കുന്ന ഒരു കാഴ്ച നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ എല്ലാ വ്യക്തികളും ചെടിച്ചട്ടിയിലേക്ക് വെള്ളം ഒഴിക്കുന്നത് ആ ചട്ടി നിറച്ചങ്ങോട്ട് വെള്ളം ഒഴിക്കും. നല്ല തെളിഞ്ഞ വെള്ളം ചട്ടിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ആ ചട്ടിയുടെ അടിഭാഗത്ത് കൂടി നല്ല കലക്ക് വെള്ളം ഇങ്ങനെ 2-3 ദ്വാരത്തിലൂടെ പുറത്തേക്ക് വരും. എന്താണ് ഈ പുറത്തേക്ക് വരുന്നത്? എന്തിനാണ് ചട്ടിക്ക് ദ്വാരം കൊടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ജലം പുറത്തേക്ക് വരാൻ. അപ്പം വെള്ളം എങ്ങനെയാണ് അമിതമാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമിതമായിട്ട് ഒഴിക്കുന്നത് കൊണ്ട്. അപ്പോൾ ഈ അമിതമായിട്ട് ഒഴിക്കുന്ന വെള്ളം ഈ ചട്ടിക്ക് അടിയിലൂടെ പുറത്തേക്ക് വരുമ്പോൾ നല്ല തെളിഞ്ഞ വെള്ളം ഒഴിച്ച ചട്ടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നല്ല കലക്ക് വെള്ളമാണ്. എന്താണ് ഈ കലക്ക് ജലം എന്ന് ചോദിച്ചാൽ ആ ചട്ടിക്ക് എന്തെല്ലാം പോഷക മൂല്യങ്ങളുണ്ടോ അത് മുഴുവനാണ് കലങ്ങി പുറത്തേക്ക് വരുന്നത്. ചില ആളുകൾ ചട്ടി ഒന്ന് നിറഞ്ഞു ഒഴിഞ്ഞു കഴിയുമ്പോൾ വീണ്ടും നിറക്കും. അപ്പൊ അത്രയും ഒഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. മണ്ണ് ജസ്റ്റ് അതാ ഞാൻ പറഞ്ഞത്, പുട്ടിന് പൊടി കുഴച്ചു വെച്ചിരിക്കുന്ന അവസ്ഥ. അത് ചട്ടിയിലായാലും തടത്തിലായാലും ഇതൊരു ചെടിച്ചട്ടി ആയതുകൊണ്ടും ഇതിന് താഴേക്ക് പോകാൻ മാർഗമില്ലാത്തത് കൊണ്ടുമാണ് ഈ കലക്ക് ജലം നമ്മൾ കാണുന്നത്. നമ്മുടെയൊക്കെ വീട്ടിലെ പറമ്പിലുള്ള ഓരോ ചെടിക്കും, തെങ്ങിനും, ചേമ്പിനും, വാഴയ്ക്കും, പച്ചക്കറിക്കുമൊക്കെ തടം നിറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ ഈ ചട്ടിയിൽ നിന്ന് എങ്ങനെയാണോ കലക്ക് ജലം പുറത്തേക്ക് വരുന്നത് ആ രീതിയിലാണ് ഇത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും എന്താ പറയുക, ഈ വളങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം കലങ്ങി അടിച്ചുകൊണ്ട് മണ്ണിന്റെ ഗുണനിലവാരം കുറക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് ഈ മണ്ണിനെയും ജലസ്രോതസ്സുകളെയും പരിസ്ഥിതിയെയും നശിപ്പിക്കുന്ന. സാർ, നമുക്കൊരു കോളുണ്ട്. ഹലോ, കൃഷിദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ, ആരാ വിളിക്കുന്നത്? മാവേലിക്കര നിന്നും കോശി. പറഞ്ഞോളൂ. അതെ, ഞാൻ ആറ്റുതീരത്താണ് താമസിക്കുന്നത്. അച്ചൻകോവിലാറിന്റെ തീരത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാ. ഹലോ. അതെ, അപ്പോ ഈ ആറ്റിക്കൂടെ ഒഴുകി പോകുന്ന വെള്ളം നമുക്കൊന്ന് സേവ് ചെയ്യാനുള്ളൊരു പദ്ധതി ഉണ്ടാക്കിക്കൂടെ? ആറ്റിലൂടെ ഒഴുകി പോകുന്ന ജലത്തിനെ സേവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ആറ്റിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മണലിന്റെ അസാന്നിധ്യമാണ്. അപ്പം ആറ്റിൽ നിന്ന് മണൽ എന്ന് അപ്രത്യക്ഷമായോ അന്ന് ഒഴുക്ക് കൂടുകയും ജലം നിൽക്കാത്തൊരവസ്ഥയുമായി. അപ്പോൾ ഈ ഒരു വിഷയം ഒരു ചർച്ചയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്നോടൊരു ഒരു സുഹൃത്ത് വളരെ ആധികാരികമായിട്ട് പറഞ്ഞ എന്താണെന്ന് അറിയാം, സാർ, നമ്മൾ പുഴയിൽ നിന്ന് മണൽ വാരുമ്പോൾ വലിയ ഒരു കുഴി രൂപപ്പെടുത്തുകയാണ്, അതൊരു വലിയ പാത്രമായിക്കൊണ്ട് ജലം ശേഖരിക്കപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു കുഴിയായി കഴിഞ്ഞാൽ വെള്ളം നിൽക്കും. അത് കുന്നിലായാലും തോട്ടിലായാലും പുഴയിലായാലും ജലം പിടിച്ചു വെക്കുന്നത് ഈ മൺതരികൾക്കിടയിലുള്ള വായു അറകളിലൂടെയാണ്. 1 ടൺ പുഴ മണലിന് 295 ലിറ്റർ ജലം പ്രകൃതിയാ ശേഖരിച്ചു വെക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഈ മണൽ അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ പിന്നെ പുഴയിൽ നമുക്ക് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് മണൽ നീക്കം ചെയ്യുന്നത് തടയുക, ശാസ്ത്രീയമായ അത് നിയമപ്രകാരം തടയുക. അതോടൊപ്പം തന്നെ അനുയോജ്യമായ സ്ഥലങ്ങളിൽ തടയിണകൾ കെട്ടിക്കൊണ്ട് ഈ ഒഴുക്കിനെ നിയന്ത്രിക്കുക. അതുപോലെ വളരെ അനുയോജ്യമായ സ്ഥലങ്ങളിൽ അടിയണകൾ നിർമ്മിച്ചുകൊണ്ടും ഒഴുക്കിനെ തടയുക. അങ്ങനെ പുഴയിലുള്ള ഈ ഒഴുക്കിനെ നമുക്ക് തടഞ്ഞു നിർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ മുകൾ ഭാഗത്തുള്ള കിണറുകളിലും പ്രദേശങ്ങളിലുമൊക്കെ ജലസാന്നിധ്യം നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും. ഞാൻ ഉദ്ദേശിക്കുന്നത് അതല്ല സാറേ, ഞാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നാണ്. അതായത് ഈ വെറുതെ പാഴായി കിടക്കുന്ന, ചതുപ്പ് നിലം പോലെ കിടക്കുന്ന ധാരാളം പാടങ്ങളുണ്ട് നമുക്ക്. അതായത് മധ്യ തിരുവിതാംകൂർ കൂടി വടക്കോട്ട് സഞ്ചരിച്ചാൽ അറിയാം, MC റോഡിൽ കൂടോ അല്ലെങ്കിൽ തീരദേശ റെയിൽവേ കൂടെ സഞ്ചരിച്ചാൽ ഒരുപാട് പാടങ്ങൾ വെറുതെ കിടക്കുന്നുണ്ട്. അവർ കരം കൊടുത്ത് മുടിയുക. അവരോട് ഇത് നിലമേറ്റെടുത്ത ഈ നദിക്ക് സമീപത്തുള്ളതായ 44 നദിയുണ്ടല്ലോ, ഈ നദിയിന് സമീപത്തുള്ള പാടങ്ങൾ വെറുതെ കിടക്കുന്നത് എടുത്തോണ്ട് നിയമം ഒന്ന് ചേഞ്ച് ചെയ്യാനും കുഴപ്പമില്ല, ഗവൺമെന്റ് ഏറ്റെടുത്തോണ്ട് കുളം കുഴിക്കുക, അല്ലെങ്കിൽ വലിയ ടാങ്ക് കെട്ടുക. എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാന്നാ എൻ്റെ ചോദ്യം. അല്ലാതെ ഈ കടലിൽ പോയി വീഴുന്നതിനെക്കാട്ടും നല്ലതല്ലയോ നമുക്ക് ഇതിനകത്ത് ശേഖരിച്ചു വെച്ചിട്ട് ജല ദൗർലഭ്യമുള്ള കാലത്ത്, ഈ വരൾച്ചയുള്ള കാലത്ത് അത് ഉപയോഗിക്കരുതോ? തീർച്ചയായിട്ടും താങ്കള് എനിക്ക് കുറെ നാളായിട്ട് ഈ പദ്ധതി മനസ്സിലുണ്ട്. ഞാൻ വലിയ വിദഗ്ധനൊന്നുമല്ല, ഒരു കൃഷിക്കാരനാ, ഒരു കർഷകനാ, 84 വയസ്സുണ്ട്. ഇത് കാണുമ്പോൾ
ഞാനിന്ന് എൻ്റെ കിണർ പറ്റി, ആറ്റുതീരത്തായിട്ടൂടെ കിണർ പറ്റി, അടിയിലത്തെ പാറയൊക്കെ കാണാറായി, അതുപോലൊക്കെ ആയി. ഇതൊക്കെ ഒഴിവാക്കാവുന്നതാണ്. ഈ ആറ്റിലോട്ട് തന്നെ വെള്ളം വിടാമല്ലോ. അത് ഒരു നദിയിൽ നിന്ന് ഒരു 10-15 തീർച്ചയായിട്ടും താങ്കളുടെ എല്ലാ നദികളും എടുത്തു കഴിഞ്ഞാൽ താങ്കളുടെ നിർദ്ദേശം ഡ്രൗട്ട് എങ്ങനെ ഉണ്ടാകും സാറേ? താങ്കളുടെ നിർദ്ദേശം നമ്മൾ അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതും അതിനുവേണ്ടി യുക്തമായിട്ടുള്ള നടപടികൾക്ക് ശുപാർശ ചെയ്യുന്നു. സാറ് വേണേ ഞാൻ കോൺടാക്ട് ചെയ്യാം സാറിനെ. എന്റെ മനസ്സിലുള്ള പദ്ധതി ഞാൻ സാറിനോട്. ഓക്കെ, തീർച്ചയായിട്ടും. ഹലോ, സ്വാഗതം. ചോദ്യം ചോദിച്ചതിന് നന്ദി. വിഷയത്തിൽ നിന്നൊരല്പം നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം വളരെ ക്രൂഷ്യലായിട്ടൊരു കാര്യമാണ്. അത് ശ്രദ്ധിക്കേണ്ടതാണ് അധികൃതർ. പറഞ്ഞത് അദ്ദേഹം നെൽപ്പാടങ്ങളിൽ കുളങ്ങൾ കുഴിച്ചുകൂടെ എന്നാണ്. നെൽപ്പാടങ്ങൾ തന്നെ തൂർത്തുകൊണ്ട് ജലം ശേഖരിക്കാൻ കുളങ്ങൾ കുഴിക്കേണ്ട. നെൽപ്പാടങ്ങളിൽ നെൽകൃഷി നിലനിർത്തിയാൽ തന്നെ ഒരു പരിധി വരെ ഈ പ്രശ്നത്തിന് പരിഹാരം. സാർ നേരത്തെ പറഞ്ഞു വന്ന അടിയണകൾ നിർമ്മിക്കുക എന്ന് പറഞ്ഞു, എന്താണ് അതിനകത്ത് ശാസ്ത്രീയമായുള്ള വശം? അനുയോജ്യമായ സ്ഥലങ്ങളിൽ നമ്മുടെ ഉപരിതലത്തിലുള്ള ജലപ്രവാഹത്തെ തടയുന്നതിനാണ് നമ്മൾ തടയണകൾ നിർമ്മിക്കുന്നത്. ഇതുപോലെ തന്നെ സമാന്തരമായിക്കൊണ്ട് ഭൂമിക്കടിയിലൂടെ ഭൂഗർഭജലവും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നദിയുടെ അടിത്തട്ടിലൂടെ ഒഴുകുന്ന ഭൂഗർഭജലത്തിന്റെ ഒഴുക്ക് തടഞ്ഞു നിർത്തുന്നതിനാണ് തടയണ ഉപരിതല ജലത്തിനെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയും അടിയണ ഭൂഗർഭജലത്തിന്റെ ഒഴുക്ക്. അപ്പോൾ അനുയോജ്യമായ സ്ഥലങ്ങളിൽ പുറക്ക് കുറുകെ ഒരു ട്രെഞ്ച് എടുത്തുകൊണ്ട് ആ ട്രെഞ്ചിനകത്ത് പണ്ടൊക്കെയാണെങ്കിൽ നമ്മൾ കോൺക്രീറ്റ് സംവിധാനം വേണ്ട, നല്ല കട്ടിയേറിയ പോളിത്തീൻ ഷീറ്റ് അടിഭാഗം വരെ വാങ്ങി ഇറക്കി വെച്ചുകൊണ്ട് അതിനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഭൂഗർഭജലത്തിന്റെ ഒഴുക്ക് തടയുന്നതിനും അതിന്റെ മുകൾ ഭാഗത്തുള്ള പ്രദേശങ്ങളിൽ മുഴുവനും ഭൂഗർഭജല സാന്നിധ്യം ഉറപ്പുവരുത്തുന്നതിനും സാധിക്കും. അങ്ങനെയുള്ള എന്തെങ്കിലും ചിത്രങ്ങൾ? അതിന്റെ ചിത്രങ്ങളൊന്നും നമ്മളിപ്പം ഞാൻ പറഞ്ഞു വന്ന് അതിന്റെ അടിയണയുടെ ഒരു സാന്നിധ്യം ഇപ്പം കാർഷിക സർവകലാശാലയുടെ ഓടക്കാലി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ 28 വർഷമായിട്ട് ഇത്തരം ഒരു അടിയണ അവിടെ വന്ന് പോളിത്തീനല്ല, അന്ന് കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ഉപയോഗിച്ചത്. വളരെയധികം കാര്യക്ഷമമായിട്ട് ആ സംവിധാനം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഭാരതപ്പുഴക്ക് കുറുകെ ത്രാങ്ങാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അടിയണ നിർമ്മിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഇത് വളരെ വിജയകരമായിട്ട് പ്രവർത്തിക്കുന്നു. അത് തീർച്ചയായിട്ടും ഈ ഭൂഗർഭജല പരിപോഷണത്തിന് വേണ്ടി പ്രാവർത്തികമാക്കാവുന്ന സൂക്ഷ്മ ജലസേചന രീതികളെന്ന് പറഞ്ഞാൽ നമുക്ക് ശരിയായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ജലം ദിവസേന കൃത്യമായി അതിൻ്റെ വേരിന് ചുറ്റും നേർത്ത കണികളായോ സ്പ്രേ രൂപത്തിലോ കൊടുക്കുന്നതാണ് സൂക്ഷ്മജലസേചനം. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് 4-5 കാര്യങ്ങളാണ്. വെള്ളം വളരെ കുറഞ്ഞ തോതിൽ മാത്രം കൊടുക്കുക, വെള്ളം അടുത്തടുത്ത ഇടവേളകളിൽ കൊടുക്കുക, വെള്ളം കൂടുതൽ സമയം എടുത്തുകൊണ്ട് കൊടുക്കുക, വെള്ളം ചെടിയുടെ വേരിന് ചുറ്റും മാത്രമായിട്ട് നിജപ്പെടുത്തുക കൊടുക്കുന്നത്. സാധാരണ കർഷകർക്ക് കുറഞ്ഞ ചെലവിൽ നമുക്ക് അനുവർത്തിക്കാൻ സൂക്ഷ്മജലസേന രീതികൾ ഏറ്റവും അനുയോജ്യമായിട്ട് കർഷകർക്ക് അനുവർത്തിക്കാവുന്നത് ഇപ്പം ഇന്ന് പറയുന്നത് സൂക്ഷ്മജലസേന രീതികൾ ഒരുപാടുണ്ടെങ്കിലും ഡ്രിപ്പ് ഇറിഗേഷൻ അല്ലെങ്കിൽ കണിക ജലസേചനമാണ് ഏറ്റവും കൂടുതലായിട്ട് കർഷകർ അവലംബിക്കുന്നത്. സ്പ്രിംഗ്ലർ ജലസേചനം ഒരിക്കലും സൂക്ഷ്മജലസേനത്തിന്റെ ഗണത്തിൽപ്പെടുത്താൻ കഴിയുക. കാര്യം സ്പ്രിംഗ്ലർ ഒരിക്കലും കുറഞ്ഞ തോതിലല്ല വെള്ളം കൊടുക്കുന്നത്, ചെടിയുടെ വേരിന് ചുറ്റും മാത്രമല്ല കൊടുക്കുന്നത്. സ്പ്രിംഗ്ലർ കൊണ്ട് ജലസേചനം ചെയ്യുമ്പോൾ നമുക്ക് 60% ജലസേചന കാര്യക്ഷമത ഉറപ്പുവരുത്താൻ കഴിയുന്നു. ഉപരിതല ജലസേനത്തിൽ പരമാവധി കാര്യക്ഷമത 30%. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ 10 ലിറ്റർ ജലം ഉപരിതല ജലസേചനം വഴി കൊടുത്തു കഴിഞ്ഞാൽ ആ ചെടിക്ക് കിട്ടുന്നത് പരമാവധി 3 ലിറ്റർ, 7 ലിറ്റർ പാഴായി പോകുന്നു. ഇതേ 10 ലിറ്റർ ജലം സ്പ്രിംഗ്ലർ വഴി കൊടുത്താൽ 6 ലിറ്റർ കിട്ടുന്നു, 4 ലിറ്റർ പാഴായി പോകുന്നു. അതേ 10 ലിറ്റർ സൂക്ഷ്മ ജലസേചനം വഴി കൊടുത്താൽ പരമാവധി 9 ലിറ്റർ വരെ കിട്ടുന്നു, ബാക്കിയുള്ള 6 ലിറ്ററാണ് പാഴായി പോകുന്നത്. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഈ 3 ജലസേന രീതികളിലും വേരിന് ചുറ്റും ജലം വ്യാപിച്ച് കിടക്കുന്നതിൻ്റെ ആ ഒരു രീതി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉപരിതല ജലസേനത്തിൽ വേരിന് ചുറ്റും വെള്ളം നിൽക്കുന്ന ഏകദേശം അതേ സമാന മാതൃകയിൽ തന്നെയാണ് സ്പ്രിംഗ്ലർ ജലസേനത്തിലും വേരിന് ചുറ്റും വെള്ളം നിൽക്കുന്നത്. അതേസമയം സൂക്ഷ്മ ജലസേനത്തിൽ അല്ലെങ്കിൽ കണിക ജലസേനത്തിൽ ഒരു ചെറിയ ബൾബിനെ പോലെ അല്ലെങ്കിൽ ഒരു കിഴങ്ങിനെ പോലെ അത്രയും വ്യാപ്തത്തിൽ അവിടെയും ജലമല്ല നിൽക്കുന്നത്, ഈർപ്പമാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് ഈർപ്പ സാന്നിധ്യമാണ് ആവശ്യം. ഡ്രിപ്പ് ഇറിഗേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴേ ഫീൽഡിൽ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് അതൊരു തടസ്സമായിട്ട് ഒരിക്കലുമില്ല. ഒരു സൂക്ഷ്മ ജലസേനത്തിന് അല്ലെങ്കിൽ ഒരു ഡ്രിപ്പ് ഇറിഗേഷന്റെ ഒരു ഒരു ലേഔട്ട് എന്ന് പറയുന്നത് ഒരു പ്രധാന ജലസ്രോതസ് കാണും, ഒരു പമ്പ് സെറ്റ് കാണും, അത് കഴിഞ്ഞ് 1-2 അരിപ്പകൾ കാണും, അത് ഖരമാലിന്യങ്ങളെ നീക്കം ചെയ്യാനായിട്ടുള്ള പ്രൈമറി ഫിൽറ്ററുകൾ അല്ലെങ്കിൽ പ്രാഥമിക അരിപ്പകൾ, അത് കഴിഞ്ഞതിന് ശേഷം വളം കടത്തിവിടാനുള്ള സംവിധാനം, അതുപോലെ സൂക്ഷ്മ മാലിന്യങ്ങൾ അരിച്ചു നീക്കാനുള്ള 2ാം ഘട്ട ഫിൽറ്ററുകൾ, സെക്കൻഡറി ഫിൽറ്ററുകൾ, പ്രധാന പൈപ്പ്, ഉപപ്രധാന പൈപ്പ്, ശാഖാ പൈപ്പുകൾ. ഇതിൽ ഈ പ്രധാന പൈപ്പുകളും ഉപപ്രധാന പൈപ്പുകളും ഒക്കെ തന്നെ PVC അല്ലെങ്കിൽ ഹൈ ഡെൻസിറ്റി പോളി എത്തിലീൻ പൈപ്പുകളാണ്. ഈ പൈപ്പുകളൊക്കെ തന്നെ ഈ മണ്ണിൽ നിന്ന് നമ്മുടെ സാധാരണയായിട്ടുള്ള കാർഷിക വൃത്തി നടക്കുന്ന മേൽമണ്ണിന് താഴെയാണ്, ഒരടിയിലും താഴെയാണ് ഇത് വെക്കുന്നത്. ശാഖാ പൈപ്പുകൾ മാത്രമാണ് ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ കിടക്കുന്നത്. അത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പൈപ്പാണ്. അപ്പം മറ്റു പ്രവൃത്തികൾ വരുന്ന സമയത്ത് അതിനെ ചുരുട്ടിയെടുത്ത് മടക്കി കൊണ്ടുവെക്കാൻ. 1 ഏക്കർ ചെയ്യാനായിട്ട് നമുക്ക് എത്ര രൂപ അതിന്
ചെലവ് വരും? ഒരു ഏക്കർ നമ്മൾ ശരാശരി ഒരു ഇടയകലവും വരിയകലവും പാലിച്ചുകൊണ്ടുള്ള ഒരു പച്ചക്കറി കൃഷിയിലാണെങ്കിൽ ഒരേക്കറിലേക്ക് ഏകദേശം സംസ്ഥാന സർക്കാരിന്റെ ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് 80,000 രൂപയാണ് ഒരു ഏക്കറിന് കണക്കാക്കിയിരുന്നത്. അത് തന്നെ 50 സെന്റ്, അര ഏക്കർ വരെ സൂക്ഷ്മ ജലസേചനവും ഈ വളസേചനവും ഫെർട്ടിഗേഷനും കൊടുക്കുന്നതിന് വേണ്ടി ഏകദേശം 40,000 രൂപ കണക്കാക്കി അതിന്റെ 75% 30,000 രൂപ സബ്സിഡി ആയിട്ടും കൊടുക്കുന്നുണ്ട്. ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്ന ഒരു രീതിയിലാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ 40,000 രൂപ 50 സെന്റ് പച്ചക്കറിക്ക് കണക്കാക്കിക്കൊണ്ട് അതിന്റെ 30,000 രൂപ വരെ. വളരെ ലളിതമാണ് ഇത് പരിപാലനം. സൂക്ഷ്മ ജലസേചനം അല്ലെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ ഇടുക എന്ന് പറഞ്ഞത് അത് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ട് എല്ലാത്തരം വിളകൾക്കും നമുക്ക് അനുവർത്തിക്കാവുന്ന ഒരു ജലസേചന രീതിയാണ് ഈ സൂക്ഷ്മ ജലസേചന രീതികൾ. സാർ, ഇതിന് എന്തെങ്കിലും ചെറിയ തകരാറുകളൊക്കെ വന്നു കഴിഞ്ഞാൽ കർഷകന് തന്നെ അത് പരിഹരിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും. ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഇതിനകത്ത് വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഒരു പരിശീലനം എടുത്തിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇപ്പോൾ തന്നെ അഗ്രോ സർവീസ് സെന്ററുകളെയൊക്കെ ഇതിന്റെ പരിപാലനത്തിന് വേണ്ടി നമ്മൾ പ്രാപ്തരാക്കുന്നുണ്ട്. കേരള കാർഷിക സർവകലാശാലയും അതുപോലെ തന്നെ ഞങ്ങളുടെ തവനൂരിലെ പിന്നെ പ്രത്യേക കൃഷി വികസന കേന്ദ്രം പ്രിസിഷൻ ഫാമിംഗ് ഡെവലപ്മെന്റ് സെന്റർ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഈ പ്രത്യേകമായിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. അതും കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളും ഒക്കെ തന്നെ അഗ്രോ സർവീസുകളെ ഈ സൂക്ഷ്മ ജലസേന രീതികൾ അത് മൈക്രോ ഇറിഗേഷൻ ടെക്നീഷ്യൻ എന്ന് വരെയുള്ള രീതിയിൽ ആളുകളെ ഇപ്പോൾ വാർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലായിക്കൊണ്ട് ഇതിനോടൊപ്പം തന്നെ ആളുകൾ ഈ അടുത്ത കാലത്തായിട്ട് അവലംബിച്ചു വരുന്ന മറ്റൊരു സൂക്ഷ്മ ജലസേന രീതിയായിട്ട് കാണുന്നത് തിരിനനയാണ്. തിരിനന എന്ന് പറഞ്ഞാൽ വിക്ക് ഇറിഗേഷൻ എന്ന് പറയും. നമ്മൾ സാധാരണയായിട്ട് നമ്മൾ പറയുന്നത് ഒരടിയോളം നീളമുള്ള ഒരു തിരി അത് വെള്ളത്തിനകത്ത് മുട്ടിച്ച് വെച്ചുകൊണ്ട് അതിൻ്റെ മറ്റേ അറ്റം ഒരു ഗ്രോ ബാഗ് അല്ലെങ്കിൽ ഒരു ചട്ടിക്കകത്ത് കൂടി കടന്ന് അതിൻ്റെ മണ്ണിൻ്റെ ഏകദേശം മുകൾവശത്തിന് തൊട്ട് താഴെയായിട്ട് നിൽക്കുന്നു. നമ്മുടെ ചിമ്മിണി വിളക്കിൽ എണ്ണ വലിച്ചെടുക്കുന്ന ആ കാപ്പിലറി ആക്ഷൻ അതേ സംവിധാനത്തോടു കൂടിയാണ് ഈ തിരിനനയിലും ഈ ജലം വരുന്നത്. വളരെ കാര്യക്ഷമമായിട്ടുള്ള ഒരു ജലസേചന സംവിധാനമായിട്ട് നമ്മളിപ്പോൾ കാണുന്നു. ഒരു 80% ജലം ലാഭിക്കാവുന്ന ജലസേചന രീതിയായിട്ട് പലരും ഇപ്പോൾ അത് അനുവർത്തിക്കുന്നുണ്ട്. അത് ഒറ്റ ഗ്രോ ബാഗ് എത്ര ചെലവ് വരും സാറേ? അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് ചെടി അനുസരിച്ച് സാധാരണയായിട്ട് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു 2 പൈപ്പ് എടുക്കുകയാണെങ്കിൽ ഇത് പറഞ്ഞ പോലെ ഒരു 3 മീറ്റർ വ്യാസം 3 ഇഞ്ച് വ്യാസമുള്ള ഒരു 2 ലെങ്ത് പൈപ്പ് 5 മീറ്റർ 5 മീറ്റർ 10 മീറ്റർ എടുക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് അതിനകത്തൊരു 20 ഗ്രോ ബാഗ് വരെ വെക്കാം. അപ്പോൾ ഈ പൈപ്പിൻ്റെ വിലയും അത് ഫിക്സ് ചെയ്യുന്നതിനുള്ള ചാർജും അതിന് 1-2 ഇഷ്ടികകളിലാണ് ഈ സാധനം ഈ ഗ്രോ ബാഗ് വെക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഈ ഗ്രോ ബാഗ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഈ പൈപ്പ് മറ്റു സംവിധാനങ്ങളുമായി കൊണ്ട് ഒരു 20 എണ്ണത്തിന് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും പരമാവധി 2,000 രൂപയ്ക്ക് നമുക്ക് 20 എണ്ണത്തിന് വേണ്ടിയിട്ട് ഈ പൈപ്പും ഈ ഇഷ്ടികയും തിരിയും ഒക്കെ ആയിട്ട് ഏകദേശം 15 രൂപ നിരക്കിൽ മാർക്കറ്റിൽ ഈ തിരി ലഭ്യമാണ്. അപ്പോൾ ഇത് മേടിച്ചുകൊണ്ട് ചെയ്യാം. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഗ്രോ ബാഗും അതിൻ്റെ ഗ്രോയിങ് മീഡിയയും തൈകളും ഒക്കെ ആണെങ്കിൽ. സാർ, നമുക്ക് സമയം വളരെ ചുരുങ്ങിയിരിക്കുന്നു. ഇനി അധികം സമയമില്ല. പ്രേക്ഷകർക്ക് ഇന്ന് ചോദിക്കാൻ ബാക്കിയായ എല്ലാ സംശയങ്ങളും സാറിനെ നേരിട്ട് വിളിച്ച് ചോദിക്കാം. അതിഥിയുടെ വിലാസം ഞാൻ പറയാം. ഡോക്ടർ അബ്ദുൾ ഹക്കീം, പ്രൊഫസർ ആൻഡ് ഹെഡ്, മണ്ണ് ജല സംരക്ഷണ വിഭാഗം, കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ്, തവനൂർ, മലപ്പുറം. ഫോൺ നമ്പർ 9446279626. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9446279626. സാർ, ഇന്ന് ഈ പ്രോഗ്രാമിൽ ഇത്രയും വളരെ സജീവമായി ചർച്ച ചെയ്യുകയും തിരുനനെക്കുറിച്ചും സൂക്ഷ്മ ജലസേചന രീതികളെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് പ്രേക്ഷകരുടെ സംശയങ്ങൾക്കും ഒരു കാര്യം കൂടി ഞാൻ പറയുന്നതിന് മുൻപായിട്ട് പറയാണ്. നമ്മുടെ ഭൂമിയിലെ അനന്തമായ ജീവന്റെ ആത്മാവാണ് മണ്ണ്. അതുപോലെ തന്നെ ഇന്നോളം ലഭ്യമായിട്ടുള്ള ഏക തീർത്ഥം എന്ന് പറഞ്ഞത് ശുദ്ധജലവുമാണ്. ഈ മണ്ണും ജലവും പരസ്പര പൂരകങ്ങളുമാണ്. അപ്പം ഈ മണ്ണിനെയും ജലത്തിനെയും, മണ്ണ് സംരക്ഷിക്കപ്പെട്ടാൽ ജലം സംരക്ഷിക്കപ്പെടും. ഇത് രണ്ടും വ്യത്യസ്തമല്ല, രണ്ടും പരസ്പര പൂരകങ്ങളാണ്. അപ്പം മണ്ണ് സംരക്ഷണവും ജലസംരക്ഷണവും അത് നമ്മുടെ ജന്മദൗത്യമായി കൊണ്ട് നമ്മൾ ഏറ്റെടുക്കുക വഴി മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒരു സാധ്യത നമുക്ക് കാണുന്നുള്ളൂ. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ജലസ്രോതസ്സുകൾ നമ്മുടെ മുൻഗാമികൾ നമുക്ക് ഭാഗം വെച്ച് അല്ലെങ്കിൽ നമ്മുടെ അവകാശമായി തന്നതല്ല, മറിച്ച് നമ്മുടെ പിൻഗാമികളിൽ നിന്ന് നമ്മൾ കടമെടുത്തതാണ് എന്നുള്ളൊരു ധാരണ. ഇതേ അളവിൽ അവരെ തിരിച്ചേൽപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്ന രീതിയിൽ ജലവിഭവങ്ങളെ കൈകാര്യം ചെയ്യുക എന്നത് മാത്രമാണ് ശാസ്ത്രീയമായ ജലപരിപാലനത്തിൽ നമുക്ക് അവലംബിക്കാവുന്ന ഏകമാർഗം. അപ്പോൾ എല്ലാവരും ജലസംരക്ഷണത്തിന് അവരുടേതായ അണ്ണാരക്കണ്ണനും തണലായത് എന്ന പോലെ അനുവർത്തിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. നല്ലൊരു ആശയം പങ്കുവച്ച സാറിനും അതുപോലെ തന്നെ പ്രേക്ഷകർക്കും ഇന്ന് ചോദ്യം ചെയ്യിച്ച എല്ലാവർക്കും ദൂരദർശൻ്റെ പേരിലും കൃഷിദർശൻ്റെ പേരിലുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു.
यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्घाटन किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और PVFCL की नामरू फोर्थ। सोने पर सुहागा ये है देश में अपनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൈപ്പാട് പൊക്കാളി നിലങ്ങളിൽ സംയോജിത മത്സ്യ നെൽകൃഷി പദ്ധതി. കമുകിൻ പാളയും കൈതോലയും മികച്ച കാലിത്തീറ്റകൾ. കാർഷിക വാർത്തകൾ വിശദമായി. കൈപ്പാട് പൊക്കാളി നെൽപ്പാടങ്ങളിൽ ജലകൃഷി വികസന ഏജൻസി മുഖേന ഫിഷറീസ് വകുപ്പ് സംയോജിത മത്സ്യ നെൽകൃഷി പദ്ധതി നടപ്പിലാക്കുന്നു. പദ്ധതിയുടെ അടങ്കൽ തുക 25 കോടി രൂപയാണ്. കണ്ണൂർ ജില്ലയിലെ 300 ഹെക്ടർ കൈപ്പാട് നിലങ്ങളിലും എറണാകുളം, തൃശൂർ, ആലപ്പുഴ ജില്ലകളിലെ 300 ഹെക്ടർ പൊക്കാളി നിലങ്ങളിലുമാണ് പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. പദ്ധതി അനുസരിച്ച് അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും പുതുതായി നിർമ്മിക്കുന്ന പാടങ്ങളുടെ ബണ്ട് സംരക്ഷണത്തിനും പാരിസ്ഥിതിക സന്തുലനത്തിനും സഹായകമായ കണ്ടൽ ഇനങ്ങൾ പുറം ബണ്ടുകളിൽ നട്ടുപിടിപ്പിക്കുന്ന കർഷകർക്ക് മാത്രമേ സംയോജിത നെൽ മത്സ്യ കൃഷിക്ക് ധനസഹായം ലഭിക്കൂ. കർഷകർ, കർഷക തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവരടങ്ങിയ 5 പേരിൽ കുറയാത്ത അംഗങ്ങളുള്ള ഗ്രൂപ്പുകൾക്കോ സ്വയം സഹായ സംഘങ്ങൾക്കോ ആക്ടിവിറ്റി ഗ്രൂപ്പുകൾക്കോ അപേക്ഷിക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ ഗ്രൂപ്പിനും 5 ഹെക്ടറിൽ കുറയാത്ത കൃഷിസ്ഥലം സ്വന്തമായോ പാട്ടവ്യവസ്ഥയിലോ ഉണ്ടായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0484280549. വയനാട് ജില്ലാ കർഷക സംഗമവും കാർഷിക സെമിനാറും പച്ചക്കറി കർഷകർക്കുള്ള അവാർഡ് ദാനവും മാർച്ച് 18-ന് MS സ്വാമിനാഥൻ ഫൌണ്ടേഷനിൽ വെച്ച് നടന്നു. കാർഷിക സെമിനാറിൽ പ്രമുഖ കർഷകർ തങ്ങളുടെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കും. വെണ്ടയിലെ മൊസൈക് രോഗം പരത്തുന്ന കീടങ്ങളെ നിയന്ത്രിക്കാൻ സിമത്തയോട്ട് 1.5 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിക്കാൻ വെള്ളായണി കാർഷിക കോളേജിലെ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം ശുപാർശ ചെയ്യുന്നു. കമുകിൻ പാളയും കൈതോലയും മികച്ച കാലിത്തീറ്റകളാണെന്ന് ബാംഗ്ലൂരിലെ ICAR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ന്യൂട്രീഷൻ ആൻഡ് ഫിസിയോളജിയിൽ നടത്തിയ പഠനം തെളിയിച്ചു. ലിഗ്നിൻ, സിലിക്ക എന്നിവയുടെ അളവ് കുറവായതിനാൽ വൈക്കോലിനേക്കാൾ പോഷകമൂല്യം കമുകിൻ പാളയ്ക്കും കൈതോലയ്ക്കും ഉണ്ടാകും. മറ്റു തീറ്റകൾക്കൊപ്പം ഇവ കലർത്തി പശുക്കൾക്ക് നൽകിയപ്പോൾ പാലുൽപാദനം 50% വർദ്ധിച്ചെന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠനം വെളിപ്പെടുത്തിയത്. തമിഴ്നാട് കാർഷിക സർവകലാശാല പൊൻകരണ്ടി എന്ന ഔഷധ സസ്യത്തിന്റെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷി ആരംഭിച്ചു. പൊൻകരണ്ടി വൻതോതിൽ ഉൽപ്പാദിപ്പിച്ച് ഔഷധ നിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്തുകയാണ് ഉദ്ദേശ്യം. ഈ ഔഷധ സസ്യത്തിലുള്ള സാലസിനോൾ എന്ന ഘടകത്തിന് ടൈപ്പ് 2 പ്രമേഹത്തിനെതിരെ പ്രവർത്തിക്കാനാവുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് എന്നിവയുടെ മിശ്രിതം ഓർഗാനോ എക്സൽ എന്ന പേരിലും വേപ്പെണ്ണ കുഴമ്പ് നീം ഡെപ്പസ് എന്ന പേരിലും ലഭ്യമാണ്. കൂടാതെ വേപ്പെണ്ണ, വേപ്പിൻ പിണ്ണാക്ക്, പഞ്ചഗവ്യം, നാടൻ പശുവിന്റെ മൂത്രം, മരച്ചീനി ഇലയിൽ നിന്നുള്ള കീടനാശിനികൾ, മത്സ്യ അവശിഷ്ടത്തിൽ നിന്നുള്ള ജൈവവളം, സമ്പുഷ്ടീകരിച്ച ചാണകം തുടങ്ങിയവയും ലഭ്യമാണ്. കർഷകർ എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രവുമായി ബന്ധപ്പെട്ടാൽ കാർഷിക സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. സംസ്ഥാന സർക്കാരിന്റെ കാർഷിക വികസന പദ്ധതികളുടെ ഭാഗമായി കുമരകം മെത്രാൻ കായൽ വിളഭൂമിയായി മാറി. നീണ്ട 8 വർഷങ്ങൾക്ക് ശേഷം കൃഷിയിറക്കിയ മെത്രാൻ കായൽ പാടശേഖരത്തിലെ വിളവെടുപ്പ് നാളെ രാവിലെ 8 മണിക്ക് MLA അഡ്വക്കേറ്റ് K. സുരേഷ് കുറുപ്പിന്റെ അധ്യക്ഷതയിൽ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. മെത്രാൻ കായൽ അരിയുടെ ബ്രാൻഡ് ലോഗോ സിനിമാ താരം ശ്രീനിവാസൻ പ്രകാശനം ചെയ്യും. ചടങ്ങിൽ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് പങ്കെടുക്കും. വെള്ളായണി കാർഷിക കോളേജ് ഇൻസ്ട്രക്ഷണൽ ഫാമിൽ ഈ മാസം 16, 17 തീയതികളിൽ കൂൺ കൃഷിയിൽ പരിശീലനം നൽകുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കുന്നതിന് 16-ാം തീയതിക്ക് മുൻപായി കാർഷിക കോളേജിലെ ഇൻസ്ട്രക്ഷണൽ ഫാം ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9446175827.
കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 12,000 രൂപ, കോഴിക്കോട് 13,300 രൂപ, തൃശൂർ 12,100 രൂപ, കൊപ്ര കൊച്ചി 8,90 രൂപ, കോഴിക്കോട് 8,500 രൂപ, തൃശൂർ 8,235 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 59,200 രൂപ, ഗാർബിൾഡ് 62,200 രൂപ, ചുക്ക മീഡിയം 12,750 രൂപ, ബസ്റ്റ് 13,750 രൂപ, മഞ്ഞൾ സേലം 9,600 രൂപ, ഈറോഡ് 9,800 രൂപ, അടയ്ക്ക 19,000-നും 20,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 14,200 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 14,900 രൂപ, കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 14,200 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 15,100 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 12,000 രൂപ, കൊപ്ര 8,90 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,200 രൂപ, റോട്ടറി 2,700 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 59,200 രൂപ, ഗാർബിൾഡ് 62,200 രൂപ, ചുക്ക മീഡിയം 12,750 രൂപ, ബസ്റ്റ് 13,750 രൂപ, മഞ്ഞൾ നാടൻ 11,500 രൂപ, അടയ്ക്ക പുതിയത് 16,000-നും 18,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 225-നും 350-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് കിലോഗ്രാമിന് 475-നും 570-നും മധ്യേ. ജാതിപത്രി കിലോഗ്രാമിന് 500-നും 650-നും മധ്യേ. ഗ്രാമ്പു കിലോഗ്രാമിന് 750 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 14,200 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 14,900 രൂപ, ഒട്ടുപാൽ 9,300 രൂപ, ലാറ്റക്സ് 10,000 രൂപ. കമ്പോള അവലോകനം. കേരളത്തിലെയും കർണാടകത്തിലെയും കുരുമുളക് കർഷകർ ഉൽപ്പന്നം വിൽപ്പനയ്ക്കിറക്കുന്നത് പൊടുന്നനെ കുറച്ചത് വിപണിയിൽ ചരക്ക് ക്ഷാമം സൃഷ്ടിച്ചു. വിയറ്റ്നാം കുരുമുളക് ഇറക്കുമതിക്ക് കേന്ദ്രം ഏർപ്പെടുത്തിയ നിരോധനം ആഭ്യന്തര ഉൽപ്പന്നത്തിന് നേട്ടമായി. ഉത്തരേന്ത്യൻ ഡിമാൻഡിൽ 300 രൂപയുടെ മികവുമായി 62,200-ലേക്ക് ഗാർബിൾഡ് മുളക് മുന്നേറി. ജാതിക്ക വില ഉയരുമെന്ന സൂചനകൾ ഉൽപ്പാദകരെയും മധ്യവർത്തികളെയും പ്രമുഖ വിപണികളിൽ നിന്ന് അല്പം പിന്തിരിപ്പിച്ചു. പുതിയ സീസണിൽ ഉൽപ്പാദനം ചുരുങ്ങുമെന്നാണ് പല ഭാഗങ്ങളിൽ നിന്നുള്ള വിലയിരുത്തൽ. കയറ്റുമതിക്കാർ മികച്ച ഇനം ജാതിക്കയും പരിപ്പും വില ഉയർത്തി ശേഖരിച്ചു. ഭക്ഷ്യ എണ്ണ വിപണിയിൽ സൂര്യകാന്തി, നിലക്കടല, പാം ഓയിൽ വിലകൾ സ്റ്റഡിയായി നീങ്ങിയത് വെളിച്ചെണ്ണയുടെ മുന്നേറ്റത്തിന് തടസ്സമായി. മുംബൈ വിപണി മുൻനിർത്തി കൊപ്ര സംഭരണം മില്ലുകാർ കുറച്ചത് നാളികേര ഉൽപ്പന്നങ്ങളെ മൊത്തത്തിൽ ബാധിച്ചു. സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷനിൽ നടന്ന ഏലക്ക ലേലത്തിന് ചരക്ക് വരവ് കുറഞ്ഞിട്ടും നിരക്ക് താഴ്ന്നു. വലിപ്പം കൂടിയ ഇനങ്ങൾ കിലോയ്ക്ക് 1,358 രൂപയിലും ശരാശരി ഇനങ്ങൾ 1,226 രൂപയിലും ലേലം കൊണ്ടു. ആകെ 20,821 കിലോഗ്രാം ഏലക്കയുടെ കൈമാറ്റമാണ് നടന്നത്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.7, 25.6. കൊച്ചി 33.7, 23.9. ആലപ്പുഴ 34, 24.2. പുനലൂർ 36.5, 22.8. തിരുവനന്തപുരം 33.3, കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.